കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി വന്ദനം അറിയിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ വരട്ടെ. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിനും ഉപരിയായി നമ്മെ കരുതി നടത്താമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ നാമത്തിൽ 2-3 പേരോട് കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിൽ വാസ്തവമായി കടന്നു വരാമെന്ന് പറഞ്ഞ കർത്താവ് വാക്ക് മാറിയിട്ടില്ല. അവൻ നാം വരുന്നതിന് മുമ്പ് ഈ ആലയത്തിനകത്ത് കടന്നു വന്നു. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നല്ലോ, എന്നോട് കൂടെ എൻ്റെ വലത് ഭാഗത്ത് അവൻ പ്രമോദമായുണ്ടെന്ന്. അങ്ങനെയെങ്കിലും ഈ രാത്രിയിൽ നിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന കർത്താവ് നിന്നെ തൊടുക തന്നെ ചെയ്യും. നിന്റെ വേദനകളുടെ മേൽ അവൻ കരത്തലോടും. നിന്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ അവനക്ക് ആശ്വാസമായി കൊണ്ടുവരും. വിശ്വാസത്തോടെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് പ്രകാരം ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആത്മാവ് ഹേമിക്കുന്നവർക്ക് കടമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. അന്യഭാഷയിൽ ആരാധിക്കാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവർക്ക് ഈ സന്ധ്യയുടെ യാമത്തിൽ അന്യഭാഷ ദൈവത്തെ ആരാധിക്കാം. സ്വാതന്ത്ര്യമായി ഈ രാത്രിക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ആരും മൗനമായിരിക്കരുത്. ആത്മാവിനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടുകൊണ്ട് അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ദൈവമഹത്വത്തിൽ ദൈവം പ്രവർത്തിക്കും. ദൈവിക ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന ദേശാധിപതി ശക്തികൾ, പാരമ്പര്യത്തിന് വണ്ടങ്ങൾ ദേശത്തു നിന്ന് ഉടഞ്ഞു മാറട്ടെ. ആലയത്തിനകത്തും പുറത്തും ദൈവദൂതന്മാർ കാവലിറങ്ങട്ടെ. സൈനികന്മാരിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുകയാണ്. നല്ല കർത്താവേ, ഈ സായം സന്ധ്യയിൽ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിലേക്ക് അടുത്തി വരികയാണ്. 600,000 ജനത്തെ നടത്തുവാൻ അവിടുത്തെ ദാസനായ മോശയുടെ നാമത്തിൽ ശക്തി പകർന്നതുപോലെ അടിയന്റെ നാവിനെയും ബലപ്പെടുത്തണം. വചനം അവിടുത്തേത്, ജനം അവിടുത്തേത്, അടിയൻ അങ്ങയുടേത്. ഈ രാത്രിക്കാലം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചയക്കണം. സ്വർഗം തുറന്ന പ്രാർത്ഥന കേട്ട് മറുപടി അയക്കാൻ പോകുന്ന സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. സന്തോഷത്തിന്റെ കരമത്തിൽ ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ, ആത്മാർത്ഥതയോടെ, മഹത്വ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവ് എനിക്ക് ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ഞാനിങ്ങനെ പാടി. മാറാത്തവൻ, യേശു മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മാനുവേൽ. മാറാത്തവൻ, യേശു മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മാനുവേൽ. കോടകോടി ദൂതരുമാ വാനമേഘേ വന്നിടുവേ. കോടകോടി ദൂതരുമാ വാനമേഘേ വന്നിടുവേ. വാനമേഘേ വന്നിടുവേ. മാറാത്തവൻ, യേശു മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മാനുവേൽ. മാറാത്തവൻ, യേശു മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മാനുവേൽ. വേദത്തിരിച്ച് ഞാൻ എൻ്റെ പ്രിയനോടുകൂടെ വിശ്രമത്തിൽ ചെല്ലുന്നതാണ് വരെയും അവനെ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്മകൾക്കും വിശുദ്ധ കരമുറത്തി ഉള്ളു തുറന്നു പറയുവാൻ ഇന്ന് രാത്രി കരയോടെ നിർത്തിയ ദൈവത്തിന് സകല മഹത്വം കൊടുക്കണം. ഇവിടെ കൊണ്ടുവന്ന സ്വർഗത്തിൽ ദൈവമാ, നീ ചോദിച്ചില്ലേ ഞാൻ എന്ത് ചെയ്യണോ, ഞാൻ എങ്ങനെ പോകണം, എന്നോട് ആരും വരും, എനിക്ക് ആരുമില്ലല്ലോ, എന്റെ
യേശു മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മാനുവേൽ. ഓടക്കോടി ദൂതരുമാ വാനമേ കേവൻ ഇടുമേ. ഓടക്കോടി ദൂതരുമാ വാനമേ കേവൻ ഇടുമേ. വാനമേ കേവൻ ഇടുമേ. മറക്കാത്തവൻ, യേശു മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മാനുവേൽ. മറക്കാത്തവൻ, യേശു മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഇമ്മാനുവേൽ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായി നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ചാരയുണ്ട്. ഇന്ന് രാത്രികാലം അവൻ നമ്മോട് എന്ത് പറയുന്നുവോ അത് കേട്ട് ആമേൻ പറയാൻ ആര് തയ്യാറാകുമോ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ മഹത്വമായി ഇവിടെ നിന്ന് വണങ്ങിപ്പോടേണ്ടി വരും. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യവും 1-ാം അധ്യായം 13 മുതൽ താഴോട്ട് വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഇനി 1:13 മുതൽ 18-17 വരെ വായിക്കാം. അവർക്ക് പ്രായമാവുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടു. എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ നിങ്ങളെ വിചാരിച്ചു ഞാൻ വളരെ വ്യസനിക്കുന്നു. നിങ്ങളെ വിചാരിച്ച് എനിക്ക് എന്നെ കുറിച്ച് ചിന്തയില്ല, എന്നെ കുറിച്ച് പ്രത്യേകിച്ച് വിചാരങ്ങളില്ല. എനിക്ക് നിങ്ങളെ കുറിച്ച് അല്പം ചിന്തയുണ്ട്. നിങ്ങളുടെ ഭാവിയെ കുറിച്ച് അല്പം വേദനയുണ്ട്. അതുകൊണ്ട് മക്കളെ, താഴോട്ട് വായിച്ചവിടെ കാണാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ സ്വന്തം ഭവനത്തിലേക്ക്, നിങ്ങൾ വന്ന ഇടത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ഈ വാക്ക് പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ട, വിശ്വാസം നഷ്ടപ്പെട്ട, ജീവിതത്തിൽ എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് ഒരു ദിവസവും 2 ദിവസവും ഒരാഴ്ചയും കൂടെ എല്ലാം തകർന്നടിഞ്ഞ, സ്വന്തമല്ലാത്ത ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയ നവോമി അമ്മച്ചിയാ പറയുന്നത്. പ്രത്യാശയും വിശ്വാസവും ദൈവത്തിൽ ആശ്രയമെല്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടെന്നറിയാമോ? തൻ്റെ 2 ആൺമക്കൾ ഒരു ദിവസം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ കൂട്ടുദാസൻ, തൻ്റെ ഭർത്താവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. താൻ മാത്രം ശേഷിച്ചു. തൻ്റെ മരുമക്കൾ തങ്ങളോട് കൂടെ നിൽക്കുന്നു. നല്ല ആഹാരം കഴിപ്പാനില്ല, നല്ല വസ്ത്രം ഉടുക്കാനില്ല, ജീവിതത്തിൽ സന്തോഷിപ്പാൻ ഒരു വകയുമില്ല. തൻ്റെ കൂടപ്പുറപ്പുകളുടെ അടുക്കൽ പോകണമെന്ന് വിചാരിച്ചാൽ ആ ദേശത്ത് നിങ്ങൾക്ക് ആരുമില്ല. സ്വത്രം എൻ്റെ യേശു പറഞ്ഞത് കേൾക്കണേ. ഞാൻ അനാഥന്മാർക്കും വിധവമാർക്കും ന്യായം പാലിക്കുന്ന ദൈവമാണ്. നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തിരുവഴുത്തിൽ പറയുന്ന പോലെ ജീവജലത്തിന് നദി നിനക്ക് വേണ്ടി ഒഴുക്കുമോ. സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, രോഗം കടന്നു പിടിക്കുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ നീയും ഞാനും പറയുന്നൊരു വാക്കാ, ഇനി രക്ഷയില്ല, ഇനി നമ്മൾ രക്ഷപ്പെടുകയില്ല, ഇനി നാം എന്താഗ്രഹിച്ചാലും അതുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഇവിടെ കൊണ്ട് മതിയാക്കുക. അത്ര ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞെ, എവിടെ നീ മതിയാക്കുന്നു, എവിടെ നിന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ലെന്ന് നീ പറയുന്നു, അവിടെ നിന്ന് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്തോത്രം. അതിന് നീ മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ അത് പറയേണ്ടത്
ദൈവത്തിന്റെ മുഖത്ത് നോക്കി നീ നിന്റെ സങ്കടങ്ങളെ പറയാൻ തയ്യാറുണ്ടെങ്കിൽ, നിന്റെ ആവശ്യങ്ങളെ പറയാൻ തയ്യാറുണ്ടെങ്കിൽ, സ്വർഗം നീ തീർന്നെടുത്ത് നിനക്ക് വേണ്ടി തുടങ്ങും. ലോകം പുഷ്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വത്രം നിന്റെ കൂടെ പറപ്പുകൾ ബ്ലോക്ക് ചെയ്ത സ്ഥാനത്ത് നിന്ന് ചില ഓപ്പണിങ്ങൾ സ്വർഗം ചെയ്യാൻ തുടങ്ങും. ദൈവം ആരെന്നോ ദൈവത്തിന്റെ പ്രവൃത്തി എന്നൊന്നും അറിയാത്ത ഒരു ജാതിയെ പെൺകൊച്ചു പറഞ്ഞതാ ഇന്ന് രാത്രിക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള സ്തോത്രം. നമുക്കൊക്കെ പറയുവാൻ ഒത്തിരി പാരമ്പര്യമുണ്ടാകും, കുറെ വർഷത്തിന്റെ പഴക്കമുണ്ടാകും, നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും ഒക്കെ ഉച്ചത്തിൽ ഘോഷിപ്പാൻ നമുക്ക് കഴിയും. പക്ഷേ ഇവിടെ ഒരു യോഗ്യതയുമില്ലാത്ത, ഒന്നിനും അർഹതയില്ലാത്ത, ജീവിതത്തിന്റെ മുൻപിൽ എല്ലാ വഴികളും അടയപ്പെട്ടിട്ട് ജീവിതത്തിൽ ഇനി മുൻപോട്ടൊരു ശുഭയാത്രയില്ല എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചി പറഞ്ഞപ്പോൾ പ്രാർത്ഥന എന്തെന്നറിയാത്ത, ബിംബങ്ങളെ ആരാധിച്ചു നടന്ന, സ്വന്തം ലോകത്തിലെ ദൈവങ്ങൾക്ക് ധൂപം കാട്ടി നടന്ന രൂത്ത് പറയുകയില്ല, അമ്മച്ചി നിന്നെ വിട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, നവോമി പറയാം, മക്കളെ എൻ്റെ കൂടെ നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇനി ഞാനൊരു വിവാഹം കഴിച്ച് 2 ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവർ പ്രായമാകുവോളം നിങ്ങൾ നിൽക്കുകയില്ല. അതുകൊണ്ട് മടങ്ങിപ്പോവുക. ഏതെല്ലാം വഴി ശത്രുവിന്റെ മുമ്പിൽ അടച്ചാലും നീ വിശ്വസിക്കുന്ന ദൈവം പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. കർത്താവേ, നീയാണ് എന്നെ വിളിച്ചത്, നീയാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്, നീയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞത്, നീയാണ് എൻ്റെ രോഗം മാറ്റാമെന്ന് പറഞ്ഞത്, നീയാണ് എൻ്റെ കടബാധ്യതയ്ക്ക് പരിഹാരം തരാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ പിശാച് പറയുന്നത് കേട്ട് നിന്റെ സന്നിധി അകന്നു പോകുവാൻ എനിക്കിടയാകല്ലേ. നീ എന്നെ മറന്നു കളയാതെ നീ എൻ്റെ ചാരത്തേക്ക് വന്ന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമേ എന്ന് നീ മുഴങ്കാലം അടക്കി ദൈവം മുമ്പാകെ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ. എത്ര കാലപ്പഴക്കം ചെന്ന വിഷയമായാലും, എത്ര നീങ്ങിപ്പോകത്തിൽ എന്ന് പറയുന്ന പ്രതിസന്ധി ആയാലും, ആരൊക്കെ നിനക്കെതിരെ വാഴകോരി നിന്നാലും, 4 പാടുന്ന ശത്രു നിന്നെ ബന്ധിച്ചു നിർത്തിയാലും, ആ ശത്രുവിന്റെ മുൻപാകെ മേശി ഒരുക്കി നിന്നെ മാനിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയാണ് ഇന്ന് രാത്രിക്കാലം നീ വന്നിരിക്കുന്നത്. നീ വിളിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവം, അവൻ വിശ്വസ്തന, അവൻ മുഖം നോക്കുന്നവനല്ല, തറങ്ങുന്നുറങ്ങി വിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നവനാ. അവൻ ഇന്ന് രാത്രിക്കാലം നിന്നോട് പറയുക, ഓ നിരാശയുടെ വാക്കല്ല പറയുന്നത്, നീ ഒരനുഗ്രഹമാകുമെന്ന്. സാഹചര്യങ്ങൾ നോക്കി, ചുറ്റുപാടുകളെ നോക്കി, നാളെ നോക്കി പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകലേ. നിന്നെ വിളിച്ച ദൈവം ഒന്നുമില്ലാത്ത പിച്ചക്കാരനല്ല, അയലാണ്ടത്തിന്റെ ഉടയവനാണ്. ആർക്കും ദയത്തോന്നാതിരുന്നപ്പോൾ നിന്നെ ദയത്തോന്നി ചേർത്ത് പിടിച്ചു. സ്വർഗോന്നതങ്ങൾ നിന്നെ കണ്ടിട്ട് ഭൂതലത്തിൽ വന്ന് നിന്നെ ശ്രേഷ്ഠന്മാരുടെ ശ്രേഷ്ഠനാക്കി മാറ്റാൻ നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നവനാണ്. നിന്നോട് പറയുന്നത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ഒരുപാട് വിഷയം നിന്റെ നേരെ കടന്നു വരും. കരയണ്ട എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നിന്നെ കരയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരും. എന്നാൽ കരഞ്ഞും വിലപിച്ചും എല്ലാ കാലത്തും നീ നടക്കത്തില്ല കുഞ്ഞെ. ഭയന്നും വിറച്ചും എല്ലാ കാലത്തും നീ യാത്ര ചെയ്യുവാൻ സ്വർഗ്ഗം നിന്നെ വിടത്തില്ല. ചോദിക്കുന്നതിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയാവും അവൻ നിന്നെ ഉയർത്തി മാനിക്കുമ്പോൾ നിന്നെ പഠിച്ചവരും ദുഷിച്ചവരും കുറ്റം പറഞ്ഞവരും ഇങ്ങനെ പറയും, അയ്യോ അവളെ ദൈവം ഉയർത്തിയതാ, ഞാനോ തോറ്റുപോയി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവം സ്വന്തം രൂത്തിന്റെ വായിൽ ഒരു വാക്ക് കൊടുത്തു. നവോമി പറയുക, മോളെ, നിന്റെ കൂടെയുള്ളവൾ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയില്ലേ, നീ എന്തേ പോകുന്നില്ല? സ്വന്തം ഇന്ന് രാത്രി നിങ്ങളോട് പറയാം,
യാമത്തിൽ പോലും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ മനസ്സുള്ളവനാ. എല്ലാവരും കൈവിട്ടാലും നിന്നോട് അന്ത്യത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കുഞ്ഞെ, നിന്റെ ഉറക്കത്തിൽ പോലും നിന്നെ തട്ടി ഉണർത്തി നിന്നോട് ആലോചന പറഞ്ഞ് നിന്നെ കരം പിടിച്ച് നടത്തുന്നവനാ എന്റെ കർത്താവ്. ലോകം മാറിപ്പോകും, ലോകം മാറിപ്പോകും, നൊന്തുപറ്റി അമ്മ മറന്നുപോകും, ജനിപ്പിച്ച അപ്പൻ തള്ളിക്കളയും, പക്ഷെ തള്ളിക്കളയാത്ത ഒരുവനാ നീ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം. ആരൊക്കെ മറന്നാലും നിന്നെ മറക്കാത്ത നിന്റെ കർത്താവ് നിന്നെ ഉയർത്തി മാനിച്ച് നിന്നെ നിന്ദിച്ചോടും ഉയർത്തിയതിനു ശേഷമേ നിന്നെ വിട്ട് മാറി നിൽക്കത്തുള്ളൂ. അമ്മച്ചി പറയുന്ന വാക്ക് കേട്ടോടെ, നിന്റെ കുടപ്പറപ്പ്, നിന്റെ സഹോദരി അവളവിടെ വീട്ടിലേക്ക് പോയി, നീയും പോകുന്നില്ലേ? സ്വന്തം എൻ്റെ ഭാഷ ഞാൻ പറയുകയാണേ, ചെറിയ പുഞ്ചിരിയോടെ അകത്ത്, പുറത്തല്ല, പുറത്ത് നിറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണ, പക്ഷെ അകത്തൊരു ചിരിയോടെ അവൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. സ്വന്തം അമ്മച്ചി, ഇന്നലെ വരെ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ഒത്തിരി കാര്യങ്ങൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. നേരം പ്രഭാതമാകുമ്പോൾ കുളിച്ചൊരുങ്ങി കാണുന്നിടത്തൊക്കെ പോയി പൂക്കൾ പറിച്ച് മാല കെട്ടി ജീവനില്ലാത്ത കല്ലുകളുടെ മേലിട്ടിട്ട് ഞാൻ നടന്ന ഒരു കാലമുണ്ട്. എന്നാൽ അന്നൊന്നും കാണാത്ത ഒരു ദൈവത്തെ നിന്റെ ഭവനത്തിനകത്ത് വന്നപ്പോൾ ഞാൻ കണ്ട്, നിന്നോട് കൂടെ ചേർന്നപ്പോൾ ഞാൻ ആ ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞു. അതുകൊണ്ട് എന്റെ ദൈവങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത പ്രവൃത്തി നിന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ഇന്നലെ വരെ നീ കാണുകയില്ല എന്ന് ശത്രു പറഞ്ഞതിനെ ഇന്ന് രാത്രികാലം നിന്റെ കണ്ണിന് മുൻപാകെ സ്വർഗം വെളിപ്പെടുത്തുക. നീ അടുത്ത പ്രഭാതത്തിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി കാണത്തില്ലെന്ന് പിശാച് വാദിച്ചു നിന്നോട് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ നിന്നോട് പറയുക, നിന്നെ സ്വർഗം കൈയിലെടുത്ത് നീ കാണത്തില്ലെന്ന് പറഞ്ഞതിനെ നിന്റെ കണ്ണിന് മുൻപാകെ നിരത്തി വെച്ചിട്ട്, മോനെ മോളെ, ഇത് നിന്റെ അവകാശമാ, ഇത് നിനക്ക് തരുവാനാ ഞാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നെന്ന് ദാനിയേൽ പറഞ്ഞതുപോലെ, ഇയ്യോബ് പറഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം സ്വർഗം പറയാ, നിനക്ക് ഞാൻ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് സകല ചിന്താകുലങ്ങളും മാറ്റി വെച്ചിട്ട് എന്റെ അടുക്കലേക്ക് വരിക. നിന്റെ ദൈവമാണ് ഇനി എന്റെ ദൈവം. ഞാൻ എന്നെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, നിന്നെ കുറിച്ച്. കുഞ്ഞെ, നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും നീ ദൈവത്തിന്റെ കൈ കൊടുത്തിട്ട് നിന്റെ കൂട്ടുദാസന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ ദൈവദാസന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി നീ ഇടിവ് നിന്ന് നോക്ക്, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരും. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, നിന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് നീ എണ്ണുമെങ്കിൽ നീ ശ്രേഷ്ഠനായി മാറും. എന്റെ കർത്താവിന്റെ കരത്തിൽ നീ ഒന്ന് കൊടുത്ത 9 അവൻ മടക്കി തരും. അമ്മച്ചി നിർബന്ധം പിടിച്ചു പറഞ്ഞു, മക്കളെ രക്ഷയില്ലേ, പൊക്കോ. ഇല്ല അമ്മച്ചി, മരണത്താലല്ലാതെ നിന്നെയും നിന്റെ ദൈവത്തെയും ഞാൻ വിട്ടു പിരിയില്ല. എന്ത് കണ്ടിട്ടാ സഹോദരങ്ങളെ, ആരും സഹായിപ്പാനില്ല, മുൻപിൽ യാതൊരു വഴികളും ഓപ്പൺ ആയിട്ടില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കണ്ണുനീര് മാത്രം ബാക്കി, തന്റെ കരത്തിലൊന്ന് പിടിക്കുവാൻ ആരുമില്ല. ഉള്ളതോ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരമ്മച്ചി മാത്രം. അമ്മച്ചിയിൽ ഒരു പ്രതീക്ഷയുമില്ല. കാരണം അമ്മച്ചിയും പറയാ, എന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, ഇത് നീ ഒന്ന് സമ്മതിക്കാമോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവത്തില്ല, ഞാൻ ആഗ്രഹിച്ചാൽ ഒന്നും നടക്കത്തില്ല, എന്റെ ദൈവം പാത നടക്കും. അതുകൊണ്ട് ദൈവമേ, നീ എന്നെ മറന്നു കളയാതെ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം അറിഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വായോ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ സ്വർഗം കൊണ്ട് ടൈം അറിഞ്ഞു. അമ്മച്ചിയുടെ നിർബന്ധം സ്വന്തം മോളെ പറഞ്ഞു വിടാനായിരുന്നു. പക്ഷെ മോളുടെ ആഗ്രഹം അമ്മച്ചിയെ തള്ളിക്കളഞ്ഞിട്ട് പോകാതെ ഇരിക്കാനായിരുന്നു. രണ്ടും കൂടെ സമ്മേളിച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ സ്വർഗം. രണ്ടു പേരും രണ്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന്റെ മധ്യത്തിൽ സ്വർഗം ഇറങ്ങി.
ഇരു മനസ്സോടെ നിന്നാലല്ലോ ദൈവമഹത്വം വെളിപ്പെടുത്തില്ല. ഏക മനസ്സോടെ ഏകഭാവം കൊണ്ട് ഒരുമിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നീ നോക്ക്, നീ കാണുന്ന ശുഭഭാവി നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു. ഇടത്തും വലത്തും നോക്കിയാൽ പത്രോസ് താന്നു പോയതുപോലെ നീ താന്നു പോകും. എന്നാൽ നിന്നെ വിളിച്ചു വേർതിരിച്ച നിന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാലുണ്ടല്ലോ നീ ഉയർച്ച പ്രാപിക്കും. അമ്മച്ചിയെ തള്ളിക്കളയാതെ അമ്മച്ചിയുടെ കൂടെ നിന്ന രൂത്ത് സ്വത്രം ചില ദിവസങ്ങൾ ഒരു പക്ഷേ ആ ദേശത്ത് നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാണും, ശപിക്കപ്പെട്ട ഞങ്ങളുടെ ജന്മം കൊണ്ട് ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അമ്മച്ചി പറഞ്ഞു, ഞാനിവിടെ ആരുമില്ല നിന്നിട്ട് കാര്യമില്ല, ഈ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് പോകാനും പറ്റുന്നില്ല, അവളിട്ട് പോകത്തുമില്ല. സ്വന്തം മക്കളെ, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുക. അമ്മച്ചി നീയും വരുന്നെങ്കിൽ വാ. ആ കുഞ്ഞിനെ കൊണ്ട് അന്നത്തെ മൃഗവാഹനങ്ങളോ വാഹനമോ എന്താണെന്നൊന്നും അറിയത്തില്ല, മൈലുകളോളം നടന്നു കാണും. സ്വത്രം തങ്ങളുടെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ടവരും കേട്ടവരും എല്ലാം നവോമിയെ കണ്ടിട്ട് പറയും, ആര് ഇത് നവോമിയോ? സ്വത്രം ആര് ഇത് നവോമിയോ? ചില കാലങ്ങൾക്ക് ശേഷം താൻ വിട്ടുപോയ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ടവരോ അത്ഭുതം കൂടി, എവള് തീർന്നു പോയില്ലയോ, നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോയവളല്ലേ, പിന്നെ എന്നാത്തിനാ ഇവൾ ഇങ്ങോട്ട് മടങ്ങി വന്നത്? ഇനിയും ഈ നാട്ടിനകത്ത് എന്തെല്ലാം കാണേണ്ടി വരും, എന്തെല്ലാം കേൾക്കേണ്ടി വരും. സ്വത്രം നവോമി പറഞ്ഞ, സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ഓർത്ത് നിങ്ങൾ വിലപിക്കണ്ട, ഞാനൊരു മാറായുടെ അനുഭവമുള്ളവളാ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. സ്വത്രം ദൈവം എന്നോട് കൈപ്പായുള്ളത് ചെയ്തു. സ്വത്രം. അപ്പൊ രണ്ടുപേരവിടെ പറഞ്ഞു, അല്ലേടി നിനക്കത് വേണമെടി. സ്വത്രം. നീ എന്താ പറഞ്ഞത്? നീ എന്തോ ഞങ്ങളെ കാണിക്കുന്നില്ല പറഞ്ഞത്. ഇപ്പൊ കണ്ടോ? നീ എന്നെ നോക്ക്, ഞാൻ എത്ര സ്ട്രോങ് ആയി നിൽക്കുന്നത് അറിയാമോ? എൻ്റെ മക്കളെ കണ്ടോ? സ്വത്രം. ഞങ്ങളിവിടെ ഒത്തിരി കഷ്ടപ്പെട്ടപ്പോഴേ നീ കഷ്ടമില്ലാത്ത നാട്ടിലേക്ക് പോയതല്ലേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഭർത്താവും ചത്ത്, സ്വത്രം, മക്കളും ചത്ത്, ഇപ്പൊ എവിടുന്ന ഒരുത്തിയെ കൊണ്ട് ഞങ്ങളുടെ നാട് വീണ്ടും പിടിക്കാൻ വേണ്ടി വന്നേക്കുക. സ്വത്രം. ഒരു പക്ഷെ അവർക്കത് തോന്നും, പക്ഷെ നീ വന്നത്, നീ സേവിച്ച ദൈവത്തിൽ ആശ്രയിച്ചാണ് അവർ തിരിച്ചറിയാൻ പോവുക. സ്വത്രം. നീ വന്നതുണ്ടല്ലോ, നീ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടാ വന്നത്. ആ ദൈവന്മാരെ നിന്റെ പരിഹസിച്ചവരെ നിന്നിച്ചവരും തിരിച്ചറിയാൻ പോവുക. സ്വത്രം, 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 സ്വത്രം. കുറച്ചു ദിവസം എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടത്, അമ്മച്ചിയും മോളും മരുമോളും കൂടെ മുഖത്തോട് മുഖം നോക്കി. സ്വത്രം. പട്ടിണി അവരെ വല്ലാതെ മേടിച്ചു കൊടുക്കി. ആരും സഹായിപ്പാനില്ല. സ്വത്രം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളുടെ കാതുകൾ കേട്ടത് യവക്കൊയ്ത്തിന്റെ കാലമാണ്. സ്വത്രം. യവക്കൊയ്ത്തിന്റെ കാലത്ത് യഹൂദന്റെ ഇടയിൽ ഒരു പ്രമാണമുണ്ട്, മൊത്തവും കൊയ്തെടുക്കരുത്. ആരെങ്കിലും കാലാപുറക്കാൻ വരുന്നെങ്കിൽ തങ്ങൾ കൊയ്തെടുത്ത കറ്റയിൽ നിന്ന് അവർക്ക് വേണ്ടി ഊരിയിട്ട് കൊടുക്കണം. സ്വത്രം. യഹൂദന്റെ പ്രമാണമാ. സ്വത്രം. കുഞ്ഞ്, നിന്റെ പ്രമാണം അതിലും വലിയതാ കേട്ടോ. നിന്റെ പ്രമാണമുണ്ടല്ലോ അതിലും വലിയതാ. അത് തന്നു നടക്കാമെന്ന് പറഞ്ഞവനാ എന്റെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, പട്ടിണിയും ദാരിദ്ര്യവും ഞങ്ങളെ കടന്നു പിടിച്ചപ്പോൾ അമ്മാവിയമ്മ പറയുന്നൊരു കാര്യം, മക്കളെ വയലിൽ പോയി കാലാപുറക്കി കൊണ്ടുവന്നാൽ നിന്റെ വിശപ്പടക്കണതിന് ഞാൻ നിന്നെ പാകം ചെയ്ത് തരാം. എല്ലാം ഉള്ളപ്പോൾ, എല്ലാവരും ഉള്ളപ്പോൾ കഷ്ടങ്ങളുടെ കാലം നമ്മൾ ഓർക്കത്തില്ല. ഒറ്റപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങൾ ഓർക്കത്തില്ല. എല്ലാവരും കൈവിടുമ്പോഴാ നീ നിന്നിലേക്കൊന്ന് നോക്കുന്നത്, നിന്റെ കുഞ്ഞുങ്ങളിലേക്കൊന്ന് നോക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ആരൊക്കെ നിന്നെ കൈവിട്ടാലും നീ സേവിക്കുന്ന ദൈവം നിന്നെ കൈവിടത്തില്ല കേട്ടോ. ആരൊക്കെ നിന്നെ കണ്ടില്ല എന്ന് വന്നാലും സ്വർഗം നിന്നെ കാണാതെ പോകത്തില്ല. കാരണം നീ എടുത്ത തീരുമാനം മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിലാണ് എടുത്തത്. ദൈവത്തിൽ ആശ്രയിച്ചാണ് ഈ തീരുമാനം എടുത്തത്. അനുസരണമുള്ള രൂത്ത് അമ്മച്ചി പറഞ്ഞത് കേട്ടു.
രൂത്തുമാര് അമ്മച്ചിയും പറയുന്നത് കേൾക്കത്തില്ല, അപ്പച്ചനും പറയുന്നത് കേൾക്കത്തില്ല, സ്വത്രം ഭർത്താവും പറയുന്നത് കേൾക്കത്തില്ല, സ്വത്രം പിന്നെ ആര് പറയുന്നത് കേൾക്കും? നാട്ടുകാര് പറയുന്നത് കേൾക്കും. നീ എപ്പോ നാട്ടുകാര് പറയുന്നത് കേൾക്കാൻ തുടങ്ങുമോ അപ്പൊ മുതൽ നിന്റെ പതനം ആരംഭിക്കാൻ തുടങ്ങും. ഈ നാട്ടുകാര് പറയുന്നത് കേട്ട് നിന്റെ കൂടെയുള്ളവനെ കുറ്റം പറയാനും പരിഹസിക്കാനും നാട്ടുകാരെ മക്കളെ നോക്കി നിന്റെ മക്കളെ ന്യായം വിധിക്കുവാനും അങ്ങനെ ഇങ്ങനെ മേരിക്കുട്ടി അന്നാമൻ കാണിക്കുന്നത് കണ്ട് നിന്റെ പെണ്ണുമ്പോഴെടുത്ത് നീ എന്താടി ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചോണ്ട് കൊമ്പ് കൊടുക്കച്ചെന്ന് നീ തോറ്റു പോകത്തേ ഉള്ളൂ കുഞ്ഞ്. അവരിവരും പറയുന്നത് കേട്ടിട്ട് അവരെ പോലെ ഇവരെ പോലെ ആകാതെ ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുക. ദൈവത്തിന് ഇഷ്ടമുണ്ടോ അത് ആരാഞ്ഞറിഞ്ഞ് ദൈവത്തിന് നിൽക്ക്. നീ നിന്റെ സന്തതി അനുഗ്രഹിക്കും. ആദ്യത്തെ ശത്രു വിശപ്പിന്റെ കാഠിന്യം കൂടിയപ്പോ ആ പ്രിയപ്പെട്ട സഹോദരി കാലാവർക്കാൻ വയലിച്ചു. സ്വന്തം കണ്ട മാത്രയിൽ തന്നെ വയലിൽ കൊയ്തുകൊണ്ടുവന്നവർ പകച്ചു നോക്കി. നമ്മുടെ നാട്ടുകാരല്ല ഇവിടെ. ഉടനെ ഒരാൾ പറഞ്ഞു, ഇതാ നവോമിയുടെ മരുമോള. ഒരാൾ ഉടനെ പറഞ്ഞ്, ശപിക്കപ്പെട്ടവൾ നമ്മുടെ വയലിനകത്ത് വന്ന് നമ്മെ കൂടെ ശാപത്തിന് ഇരയാക്കി തീർക്കാൻ വന്നവളാ. എവിടെ മൂലമാണ് ആ പാവപ്പെട്ട നവോമിയുടെ മകൻ മരിച്ചത്? സ്വത്രം ഇവളാ വീട്ടിൽ കയറി വന്നപ്പോഴാ സ്വത്രം ആ നവോമിയുടെ ഭർത്താവ് ചത്തത്. ഈ ശപിക്കപ്പെട്ടവള് ഇനി നമ്മുടെ വയലിനകത്ത് വന്ന് നമ്മുടെ നന്മ കൂടി ഇല്ലാതാക്കാൻ വന്നിരിക്കുക. തകർന്ന് ആ വയലിൽ നിന്ന് വാവിട്ട് പൊട്ടിക്കരയുന്നത് ആരും കണ്ടില്ല. അവളുടെ കണ്ണുനീർ ആ വയലിൽ വീണത് ആരും അറിഞ്ഞില്ല. പക്ഷെ സ്വർഗം അത് കണ്ടു. കണ്ണുനീര് കടൽ മറികടന്നു പോകാത്തവൻ നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നീ ഒഴിക്ക് കണ്ണുനീരിന്റെ വില എന്തെന്ന് അറിഞ്ഞ് അതിന് 1000 മടങ്ങ് നീ എവിടെ വെച്ച് അപമാനിക്കപ്പെട്ടു അവിടെ വെച്ച് തന്നു നിറയ്ക്കുവാൻ കഴിവുള്ളവനാവില്ലേ നീ ആരാധിക്കുന്ന സേവിക്കുന്ന നിന്റെ വീണ്ടെടുപ്പുകാരായ കർത്താവ്. കണ്ണുനീർ ആരും കണ്ടില്ല. അവളുടെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ ആരും അറിഞ്ഞില്ല. പക്ഷെ അവൾ ആശ്രയിച്ചു വന്ന് ദൈവം അത് കണ്ടു. ആ കണ്ണുനീര് കണ്ട സ്വർഗ്ഗത്തെ ദൈവം ആ വയലിന്റെ ഉടയവനായ ബോവസിനെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് നോക്ക്, കുറ്റം പറഞ്ഞവരോടും പരിഹസിച്ചവരോടും പറഞ്ഞൊരു വാക്കോടെ ശ്രദ്ധിച്ചു വായിച്ചാൽ കാണാൻ കഴിയും. ഇവളെ ആരും അസഹ്യപ്പെടുത്തരുത്. മോളെ, നീ എവിടുന്ന് വന്നതാ? നീ ആരാ? നിന്നെ മുമ്പ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. സ്വത്രം കാണാത്ത ചിലതിനെ കാട്ടിത്തരുവാനാ. സ്വത്രം അനുഭവിച്ചിട്ടില്ലാത്ത ചില നന്മകൾ അനുഭവിക്കാനാ. ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടാതെ ഉത്തരത്തിന് ഉത്തരം തരാനാ കർത്താവിനെ കൊണ്ടുവന്നു. സ്വത്രം സ്വത്രം സ്വത്രം. അവൻ ആർക്കും കടക്കാനല്ല കുഞ്ഞെ, അവൻ ആർക്കും ബാധ്യതയല്ല. അവന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്താൽ പോലും അതിന്റെ അളവിനനുസരിച്ച് നിനക്ക് പ്രതിഫലം തന്ന് നിന്നെ നിറയ്ക്കും. പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. അവളെ നിങ്ങൾ അസഹ്യപ്പെടുത്തരുതാണ്. സ്വന്തം എന്ത് ബന്ധമാണ് രൂത്തും ബോവസുമായിട്ടുള്ളത്? സ്വന്തം ഒരു ബന്ധവുമില്ല. പക്ഷേ ബോവസിന്റെ മനസ്സലിഞ്ഞത് ദൈവം അവന്റെ ഹൃദയത്തിനകത്ത് ആ ചിന്ത കൊടുത്തതുകൊണ്ടാണ്. നിന്റെ ഇഷ്ടം പോലെ പണമുണ്ട്. സ്വന്തം ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടതാണ്. പക്ഷെ നിന്റെ മനസ്സ് ശരിയല്ലെങ്കിൽ, നിന്റെ പ്രവൃത്തി ശരിയല്ലെങ്കിൽ, സ്വന്തം മറ്റുള്ളവരെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയത്തില്ലെങ്കിൽ, മറ്റുള്ള കണ്ണുനീരിന് വില എന്തെന്ന് നീ തിരയാൻ ശ്രമിച്ചില്ലെങ്കിൽ നീ തോറ്റുപോകും. സ്വത്രം ഞങ്ങളുടെ വീടിനടുത്ത് സ്വത്രം ഒരച്ചായനുണ്ട്. സ്വത്രം ആ അച്ചായനെ സ്വത്രം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പോൾ പാസ്റ്ററെ, നിങ്ങൾ ഈ ദേശത്ത് കാണത്തില്ല. നിങ്ങളുടെ വൈഫ് രാവിലെ ജോലിക്ക് പോകും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും. സ്വത്രം ഈ വീട് ആര് സൂക്ഷിക്കും? ഒരു പട്ടിയെ വാങ്ങിച്ച് കെട്ടണം. സ്വത്രം എന്നിട്ട് ഈ മതിലൊന്ന് പൊക്കിക്കെട്ടണം. സ്വത്രം
നിന്നെ കാക്കാൻ പട്ടിയുണ്ടെന്നാണോ വചനം പറഞ്ഞത്? സ്വത്രം. പിന്നെ ആരുണ്ടെന്നാ പറഞ്ഞത്? ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. നിന്നെ മാത്രമല്ല, നിനക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ സ്വർഗത്തിൽ തന്നിട്ടുണ്ടോ അതിനെല്ലാം കാവൽ ചെയ്യുവാൻ സ്വർഗത്തിലും ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. സ്വത്രം. ആ വിശ്വാസം നിന്റെ അകത്തില്ലാതെ പോകുമ്പോഴാ പോമറനും പട്ടിയെ വാങ്ങിച്ച് കിട്ടും. നീ സ്വത്രം ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുമ്പോ പോമറന് പട്ടി നല്ല ചിക്കനും മട്ടനും അടിക്കും. എവിടെയാ തോറ്റെന്നറിയാമോ? സ്വത്രം വാഗ്ദത്തങ്ങളെ മറന്നുപോയി. ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തം നീ മറന്നുപോയി. ഞാൻ മതിൽ കെട്ടുന്നവരെ കുറ്റം പറയില്ല കേട്ടോ, പട്ടിയെ വളർത്തുന്നവരെ കുറ്റം പറയില്ല കേട്ടോ. സ്വത്രം. എന്നാൽ ഈ അച്ചായൻ പറഞ്ഞപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, ഒന്നും പട്ടിയില്ലെങ്കിലും 2 ക്യാമറ സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. സ്വത്രം. ഞാൻ ഈ വിദേശത്തൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ദുബായി ചെന്നപ്പോൾ ഞാനിങ്ങനെ കേൾക്കുണ്ടായി, വലിയ ക്യാമറ സെറ്റിങ്സും ഭൂമിയുടെ അടിയിലുമായിരുന്ന, എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് താഴേക്ക് മറ്റു കുഴിയോട് ഇറങ്ങി പോകണം, ബാങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയ ബാങ്കാണ് സ്വത്രം. ആ ബാങ്കിൽ സ്വത്രം 15 മിനിറ്റ് കൊണ്ട് കൊള്ള നടക്കും. സ്വത്രം. ക്യാമറകൾ മൊത്തം സെറ്റ് ചെയ്തേക്കുക, ഇഷ്ടം പോലെ പോലീസ്, വട്ടം വലിയ സെക്യൂരിറ്റി, വലിയ വലിയ നല്ല ഗ്രില്ല് വെച്ചിട്ട് അതിനെ ആ ബാങ്കിന്റെ പരിസരം മൊത്തം മറച്ചു വെച്ചേക്കുക. അതിനകത്ത് സെക്കൻഡുകൾ കൊണ്ട് നോക്ക് ഇറങ്ങി അത് മൊത്തം കൊള്ളയടിച്ചു കൊണ്ടുപോയി. സ്വത്രം. എൻ്റെ മനസ്സിനകത്ത് ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഈ സ്ഥലത്ത് സ്വത്രം ജനം വന്നിട്ട് സ്വത്രം സെക്കൻഡുകൾ കൊണ്ട് ആ ബാങ്ക് മൊത്തം തൂത്തുവാരിക്കൊണ്ട് പോയെങ്കിൽ ഒരു തൊക്കട ക്യാമറ അവിടെ ഇവിടെ വെച്ചിട്ട് ആ ക്യാമറ കണ്ണിനകത്ത് നോക്കിക്കോളും. അത് ഉള്ളത് കൊണ്ട് അവരെല്ലാം പേടിച്ചു വന്നു. ഞാൻ ക്യാമറ വെച്ച സ്വത്രം. എന്നെ പോലെ പോഷനും മണ്ടനും വേറൊന്നുമില്ല. സ്വത്രം. പിന്നെ നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധിയേക്കാളുള്ളത് സ്വത്രം. അവൻ ആ ക്യാമറ മൊത്തം ഓഫ് ചെയ്യും. സ്വത്രം. എന്നിട്ട് നിന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ അടിച്ചു പോകും. സ്വത്രം. നീ നോക്കി മിഴുക്കസ്യാന്ന് നിൽക്കുകയല്ലാതെ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യണം. നീ വലിയ കരാട്ടക്കാരനായിരിക്കും, നീ വലിയ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും, സമൂഹത്തിൽ നിനക്ക് വലിയ കൊമ്പുണ്ടെന്ന് നീ പറയുമായിരിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവമുണ്ടല്ലോ, നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിന്റെ പ്രയത്നങ്ങളൊക്കെ വെറുതെയാ. സ്വത്രം. ഞാൻ ഇങ്ങനെ പറഞ്ഞ ചായ, ഞാൻ കാത്താൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊങ്ങയ്ക്ക് ഞെക്കിട്ടുള്ള എല്ലാം എടുത്തോണ്ട് പോകും. പക്ഷെ ദൈവം കാത്താലുണ്ടല്ലോ സ്വത്രം. ഒരു മതിലും വേണ്ട, ഒരു പോമറയും പട്ടിയും വേണ്ട, ഒരു ക്യാമറയും വേണ്ട. സുഖമായി എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും. ആ ഉറക്കത്തിൽ ദൈവിക ദർശനങ്ങൾ കാണും. പ്രഭാതത്തിലൊഴുങ്ങും തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉണർന്നെഴുന്നേൽപ്പാൻ കഴിയുമച്ചായ. ഇതൊക്കെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഉറക്കം വരത്തില്ല. പട്ടി കടന്ന് വരയ്ക്കുമ്പം അകം പടയ്ക്കാൻ പറയും കള്ളം മമ്മിയായിരിക്കുമെന്ന്. ക്യാമറയിൽ അലാറം കേൾക്കുമ്പം സ്വത്രം എനിക്ക് ഉറക്കം വരത്തില്ല. ആരോ എൻ്റെ വീടിനകത്ത് കയറിയിട്ടുണ്ട്. നിന്റെ ഉറക്കത്തെ കെടുത്തുന്നതിനെല്ലാം മാറ്റി വെച്ചിട്ട് നല്ല ഉറക്കം തരുന്ന ദൈവത്തെ നിന്റെ കൂടെ നിർത്ത്. ഒരർത്ഥവും നിനക്ക് വരത്തില്ല. ഞാൻ ഇതിനൊന്നും എതിരല്ല കേട്ടോ. ക്യാമറ വെക്കുന്നതിനോ പട്ടിയെ വളർത്തുന്നതിനോ സ്വത്രം മതിൽ പൊക്കി കെട്ടുന്നതിനോ ഒന്നും എതിരല്ല. പക്ഷെ ഞാൻ കെട്ടാത്തതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. സ്വത്രം മതിൽ കെട്ടണമെന്നല്ല, അതിൽ വിരിക്കണമെന്നല്ല, കെട്ടുന്നെങ്കിൽ സ്നേഹം അതിൽ കെട്ടണം എന്ന് പറഞ്ഞാൽ ഇത്രയും പൊങ്ങാവുള്ളൂ. സ്വത്രം. നീ നിന്റെ വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ സ്വത്രം റോഡിൽ പോകുന്നവരെ നീ കാണണം. സ്വത്രം. ഈ അച്ചായൻ എന്നോട് പറഞ്ഞ്, പാസ്റ്ററെ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാ. പക്ഷെ തൊട്ടടുത്ത സെക്കൻഡിൽ ഒരു അച്ചായൻ വീട്ടിനകത്ത് കയറി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ മെയിൻ റോഡില, ഹൈവേയുടെ സൈഡിലാ. സ്വത്രം. പാസ്റ്റർ മാത്രമേ മതില് കെട്ടാതിരുന്നത് നല്ലതാ പാസ്റ്ററെ. വീടിന്റെ ഫ്രണ്ടിൽ ഒരു ടാറ്റ സുമ, ഒരു പോളോ കാർ, 3 ബൈക്ക്, 2 സൈക്കിള്, അതിന്റെ പല പാർട്സ്, കൂടുതൽ പാർട്സുകളൊന്നുമില്ല. കാരണം ഇന്നുവരെ ഒരു വണ്ടി പണിയേണ്ടി വന്നിട്ടില്ല. ഒരു വഴിയിലൊന്നും ഇടിച്ച് തകർന്നിട്ടില്ല. അങ്ങനെ ഒന്നും എനിക്കും എൻ്റെ മക്കൾക്ക് സംഭവിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ചില സാധനങ്ങൾ തേയുമല്ലോ, ടയർ തേയും, അതുപോലെ ചില അതിൻ്റെ പച്ചക്കറികളൊക്കെ തേയും. അതൊക്കെ ഊരി മാറ്റി അവിടെ കൊണ്ടിട്ടുണ്ട്. ആ
രാത്രിക്കാർക്ക് എടുത്തോണ്ട് പോകാൻ ചുമ്മാ അതിങ്ങനെ കാലം എടുത്തു വെച്ചാൽ മതി, ഇതിനകത്ത് കയറാം. അത്രയുള്ള മതില്, ഈ വേലി പോലെ ഒരു കൊച്ചു മതില്, അതൊന്ന് തിരിക്കണമെന്ന് വിചാരിച്ച് മാത്രം കെട്ടിയതാ. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പുറത്തും ഇപ്പുറത്തും വലിയ വലിയ സ്ഥലമാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ അവിടെ വന്ന് കാണുന്ന ആ സ്വത്രം, ഇനി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സ്വത്രം സെൻട്രൽ ജയിൽ പോലെ മതില് കെട്ടി. വന്ന അച്ചായ പറഞ്ഞ്, പൊളച്ചായ സ്വന്തം കൂടപ്പുറപ്പ് വീട്ടിൽ വന്നാൽ പോലും സ്വത്രം ബെല്ലടിച്ച് ഗേറ്റ് തുറന്ന് അകത്ത് കയറണം. പുറത്തുനിന്ന് വിളിച്ചാൽ പോലും കാണാത്തതുപോലെ സെൻട്രൽ ജയിൽ പോലെ മതിൽ കെട്ടിവെച്ചാൽ സ്വന്തം കൂടപ്പുറപ്പ് പോലും വീടിനകത്ത് വരാൻ മടിക്കും. ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ്, എടേ അവൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെ, നമ്മളൊക്കെ ചെല്ലൂ എന്ന് പറഞ്ഞിട്ടല്ലയോ നമ്മളെ പോലും കാണാത്തോളം വീടിനേക്കാൾ വലിയ മതിൽ കെട്ടിയിരിക്കുന്നത്. അവിടെ അവൻ അങ്ങനെ പാടും, നമുക്ക് നമ്മുടെ പാട് നോക്കാം. ഇങ്ങനെ ഒഴുകിപ്പോകും, വഴുതിപ്പോകും. കുഞ്ഞെ, ദൈവം സൂക്ഷിച്ചില്ലെങ്കിൽ, ദൈവം നിന്നെ താങ്ങിയില്ലെങ്കിൽ നിന്റെ വീഴ്ച ഭയങ്കരമായിരിക്കും. ഇതെല്ലാം വേണം, പക്ഷേ ഇതിനകത്തിരിക്കുന്ന നീയുണ്ടല്ലോ, മഹത്വം ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ, തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ, നിന്നെ കരുതിയ ദൈവത്തെ നീ ആരാധിക്കാതെ ഇരുന്നാൽ, കരുതി നടത്തുന്ന ദൈവത്തെ നീ ഉയർത്താതെ ഇരുന്നാൽ, നിന്നെ നേടിയതെല്ലാം പാഴും ശൂന്യമായി മാറും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? സ്വന്തം മനുഷ്യനിൽ ആശ്രയിക്കരുത്, ലോകത്തിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. സകലതും നഷ്ടപ്പെട്ടപ്പോഴും ജീവനുള്ള ദൈവമുണ്ടെന്ന് പറഞ്ഞ് നവോടുകൂടെ ചേർന്ന് രൂത്തിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കണം. നിന്റെ പ്രവൃത്തി സ്വർഗം തൂക്കി നോക്കും. നിന്റെ പോക്ക് വരവ്, നിന്റെ സംസാരം, നിന്റെ ഇടപാടുകൾ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് ഹിതമല്ലാത്തത് ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ വന്നാലുണ്ടല്ലോ, നീ അതിന് വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദ് സ്തോത്രം ഒരു പാപം ചെയ്തു. സ്തോത്രം. എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ, എന്റെ ഇഷ്ടം ചെയ്യുന്ന ദാവീദ, അതുകൊണ്ട് കുഴപ്പമില്ല, സാരമില്ല. കർത്താവ് ആ പാപത്തെ അങ്ങ് മായ്ച്ചു കളഞ്ഞോ? എന്തുകൊണ്ട് കളഞ്ഞില്ല? നിന്റെ പ്രവൃത്തിക്ക് തക്ക കൂലി നീ വാങ്ങിക്കുമെന്ന് ഈ തിരുവഴുത്തി പറഞ്ഞെങ്കിൽ, അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തിന്റെ കാലം സത്യസന്ധമായി ചലിച്ചേ മതിയാകും. കുഞ്ഞി, അർഹതയില്ലാത്തത് നീ എടുക്കാൻ പോയാലുണ്ടല്ലോ, നിന്റെ അവകാശത്തില്ലാത്തതിനകത്ത് നീ കൈവയ്ക്കാൻ പോയാലുണ്ടല്ലോ, നീ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അത് ദൈവം തരാതെ ഇരിക്കത്തില്ല. എന്നാൽ വ്യക്തമായി പറയട്ടെ, നീ ദൈവത്തോട് ചോദിക്കുക. ഈ ലോകത്തിൽ എന്ത് നിനക്ക് വേണോ അത് നീ ദൈവത്തോട് ചോദിച്ചിട്ട് പറ, കർത്താവേ, അത് എനിക്ക് ആവശ്യമുള്ളതാ, നീ തരണമെന്ന് പറഞ്ഞാൽ നീ പോലും അറിയാതെ അത് നിന്റെ കാര്യത്തിൽ എത്തിച്ചേർന്ന് സ്വർഗം നിനക്ക് വേണ്ടി വഴികളെ ഒരുക്കും. കർത്താവ് ആർക്കും കടക്കാനില്ല. ദാവീദിനെ ദൈവം ശിക്ഷിക്കുമ്പോൾ രക്ഷയ്ക്കൊരു മാർഗം ഒരുക്കിയിരുന്നു. സ്വത്തം ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയട്ടെ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ ബാലശിക്ഷയിലൂടെ നടത്തിവിടും. മറ്റുള്ള മുമ്പിൽ ഒരു പരസ്യക്കോലമാക്കി നിന്നെ വിടത്തില്ല. അത് നീ വിശ്വസിക്കുക. കാരണം നിന്റെ മിടുക്കല്ല, നിന്റെ കഴിവല്ല, പിന്നെയോ ദൈവം നിന്നോട് ചെയ്ത വാഗ്ദത്തമാണ്. സ്വന്തം ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്ക്. സദൃശ്യവാക്യം 7:2 വായിക്കാമോ? സദൃശ്യവാക്യങ്ങൾ 7:2. നീ ജീവിച്ചിരിക്കേണ്ടതിന് അപ്പൊ നിർത്തി വായിക്കണേ. അപ്പൊ നീ ജീവിക്കാതെ ഇരിക്കാൻ പിശാച് കെണികൾ ഒരുക്കുന്നുണ്ട്. നിന്നെ ഈ ലോകത്തുനിന്ന് മാറ്റുവാൻ ശത്രു തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാൻ പിശാച് വാടകോരി നിന്നെ വട്ടം നിൽപ്പുണ്ട്. സ്വർഗം പറയാ, നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളൊക്കെ ഉപദേശിച്ച് കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. കണ്ണില്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? ഇരുട്ടാണ്. ഇരുട്ടിനകത്ത്
നീ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ചെയ്യുന്നതൊന്നും പൂർണ്ണതയിൽ എത്തിച്ചേരത്തില്ല. അങ്ങനെ കണ്ടുകൊണ്ട് നീ പ്രവർത്തിക്കാൻ തയ്യാറാകണം. എന്ത് കണ്ടുകൊണ്ട്? നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സ്വർഗത്തിൽ നിനക്ക് തരുമെന്നുള്ള കാഴ്ചപ്പാടോടെ നീ ദൈവസന്നിധിയിൽ നിൽക്കാൻ ശ്രമിക്കുക. അത് നീ പ്രാപിക്കും. അതിന് എതിരെ നിൽപ്പാൻ ആര് വന്നാലും സ്വർഗം അതിനെ കൈകാര്യം ചെയ്യാതെ വിടത്തില്ല. ഒടുവിൽ വിജയം നിനക്കായിരിക്കും. ഇന്നൊരു പക്ഷേ നിന്റെ കൂടെ നിൽക്കുന്നവർ പറയും, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല, അവരൊക്കെ വലിയവരാണ്, അവരൊക്കെ സമൂഹത്തിൽ മെച്ചപ്പെട്ട സ്ഥാനത്തും പദവിയിൽ ഇരിക്കുന്നവരാ, നീയോ ഒന്നുമില്ലാത്തവനാ, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലെന്ന്. എന്നാൽ ഈ രാത്രി വ്യക്തമായി പറയട്ടെ, നിന്നെ കൊണ്ട് പലതും കഴിയത്തില്ല. പക്ഷെ നീ സേവിക്കുന്ന ദൈവത്തിന് നിനക്ക് പലതും ചെയ്തു തരാൻ കഴിയും. അതുകൊണ്ട് കുഞ്ഞിനെ, മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് നിന്റെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. വിശ്വാസത്തോടെ അവങ്കിലേക്ക് നോക്ക്. നിന്റെ മുഖം പാടുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. പ്രസംഗിക്കുന്നതൊക്കെ നല്ലതാ, കേൾക്കാനും രസമുണ്ട്. പക്ഷെ അനുഭവിക്കുന്ന എനിക്കല്ലേ എൻ്റെ അവസ്ഥ അറിയത്തുള്ളൂ. ഇതല്ലേ നമ്മൾ പറയുന്നത്? ഇതല്ലേ നമ്മൾ പറയുന്നത്? കുഞ്ഞ്, നീ എന്താ അനുഭവിച്ചെന്നാ? ദേ ഇവിടെ തൊട്ടടുത്ത മെഡിക്കൽ കോളേജിൽ ചെന്ന് അനുഭവിക്കുന്നവരെ കാണാം. നിൽക്കുന്ന നിൽപ്പിൽ തകർന്നും തളർന്നും വീഴുന്നവർ. വൈകുന്നേരത്ത് മക്കളെ ചെന്ന് കണ്ട് അവരോട് കൂടെ ചേർന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് പ്രഭാതത്തിൽ വീട് വിട്ടിറങ്ങിയ പലരും ആരോഗ്യത്തോടെ പോയവരാ തിരിച്ചു വന്ന ശവമായിട്ടാ. എന്റെ അച്ചായൻ ഇപ്പൊ വരും, എന്റെ മക്കൾക്ക് ഫീസുമായി വരും, എന്റെ മക്കൾക്ക് പലഹാരമായി വരും. സ്വത്രം എന്റെ അച്ചായന്റെ വണ്ടിക്കകത്ത് CCTV ക്യാമറയും അതുപോലെ റോഡ് തെളിയിക്കുന്ന ക്യാമറയും ഒക്കെ വെച്ചിട്ടുണ്ട്. ദൂരെ ഹോസ്പിറ്റലിനെ കാണിക്കും, വഴി ബ്ലോക്ക് ഉണ്ടെങ്കിൽ കാണിക്കും, സ്വന്തം സിഗ്നൽ ഉണ്ടെങ്കിൽ കാണിക്കും, ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ കാണിക്കും. പക്ഷെ ഇത് എന്ത് കാണിച്ചെന്ന് പറഞ്ഞിട്ടും ദൈവം നിന്നെ കരുതിയില്ലെങ്കിൽ നീ കാണുന്നത് സ്വത്രം മരണമായിരിക്കും. സ്വത്രം അങ്ങനെ മരിച്ചു പോയാൽ നിന്റെ പേരിൽ റീത്ത് വെച്ച് എല്ലാവരും പോകും. പക്ഷെ നീ ജീവിച്ചിരുന്നാൽ നിങ്ങളുടെ ദൈവനാമം മഹത്വമെടുക്കും. അങ്ങനെ മരിക്കണോ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളെ വിളിച്ചത് മരിക്കാനല്ല, ജീവിക്കാനാണ് വിളിച്ചത്. സ്വന്തം നിങ്ങളെ വിളിച്ചത് താഴ്ത്താനല്ല, ഉയർത്താനാണ് വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് കരഞ്ഞു വിലപിച്ച് നടക്കുന്നത് കാണാനല്ല, കണ്ണുനീരില്ലാത്ത സന്തോഷത്തിന്റെ സ്തുതി സ്തോത്രം ആരാധനയും നിന്നിൽ നിന്ന് ഉയർന്നു കേൾക്കാനാണ്. അങ്ങനെയാണെങ്കിൽ അത് തരത്തില്ലെന്ന് പറഞ്ഞ്, നിന്നെ അതിന് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന പിശാചിന്റെ വാദങ്ങൾ കേട്ട് നീ നിരാശപ്പെടാതെ മഹത്വം ദൈവത്തിന് കൊടുക്കുന്നതിന് നീ ഉയർച്ച പ്രാപിക്കും. സദൃശ്യവാക്യത്തിൽ പറയുക, ദൈവത്തിന്റെ വചനം നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നീ കാത്തുകൊള്ളണം. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ ദൈവത്തിന്റെ വചനം എഴുതി വെക്കണം. എന്നിട്ട് നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ നിന്റെ കൂടെ പറപ്പാണെന്ന് നീ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിന്റെ നാമത്തിൽ അവരെ ചേർത്ത് പിടിക്കണം. സ്വത്രം ഞാനിങ്ങനെ പറയട്ടെ, ഈ ആണ്ടുപിറപ്പിന്റെ അന്ന് എന്ന് പറഞ്ഞാൽ ഡിസംബർ 31 അന്ന് സ്തോത്രം നമ്മളെല്ലാവരും ഒരുമിച്ച് ആ വർഷത്തിന്റെ കർത്തൃമേശ കഴിക്കാൻ വേണ്ടി കൂടി വരും. സ്വത്രം ഭയങ്കര സാക്ഷ്യങ്ങൾ പറയും. എൻ്റെ ചർച്ചിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയും, കഴിഞ്ഞ വർഷം മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനും വിശ്വസ്തനായിരുന്നു. മനസ്സിലായില്ല? വല്ലവനും, എനിക്ക് വിശ്വസ്തനായിരുന്നില്ല. സ്വത്രം ഇത് പറയല്ലേ, വിശ്വസ്തനായിരുന്നെങ്കിൽ അവൻ എന്നോട് കൂടെ ഇരുന്നെന്ന് പറഞ്ഞാൽ മതി. വല്ലവനും വിശ്വസ്തനായവനല്ല നീ സേവിക്കും, നിനക്ക് വിശ്വസ്തനായവനാ, നിന്നോട് കൂടെ വിശ്വസ്തന നിൽക്കുന്നവനാ നീ സേവിക്കാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ വേണം പറയാൻ. നിന്റെ നാവിന്റെ തുമ്പിൽ ശാപവും അനുഗ്രഹവും ഉണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. സ്വത്രം നിന്റെ നാവിന്റെ മുമ്പിൽ അനുഗ്രഹവും ശാപവും ഉണ്ട്. സ്വത്രം എന്നാൽ ആ ശാപം നിന്നെ കടന്നു പിടിച്ചാൽ നീ എങ്ങനെ ആ ശാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും? സ്വത്രം എങ്ങനെ രക്ഷ പ്രാപിക്കും? ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി
പറയുന്നു, ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ ശാപമായി തീർന്ന കർത്താവിലേക്ക് നിന്റെ മനസ്സ് കർത്തണം. സ്വത്രം. നീ പറയാറില്ലേ, എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞ്. സ്വത്രം. പറയുമോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. സ്വത്രം. പക്ഷെ ഞാൻ പറയും, എൻ്റെ മോൻ അനുഗ്രഹിക്കപ്പെട്ടവരാ, എൻ്റെ മോൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, അവരെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. അപ്പൊ എൻ്റെ കർത്താവ് എൻ്റെ അകത്തോട്ട് നോക്കും. എടാ, നീ ഇത്രയും കഷ്ടത്തിലൂടെ കടന്നു പോയിട്ടും നിന്റെ കുഞ്ഞുങ്ങൾ ഇത്രയും ഞെരുക്കത്തിൽ നിൽക്കുമ്പോഴും നീ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. സ്വത്രം. പിശാച് കേൾക്കുമ്പോൾ വിറയ്ക്കും. അവൻ നോക്കി എങ്ങനെ ദൈവത്തെ എൻ്റെ നാവ് കൊണ്ട് ദുഷിപ്പിക്കാമെന്ന്. പക്ഷേ എന്നെ നടത്തിയ ദൈവത്തിന്റെ വിധങ്ങളെ ഓർക്കുമ്പം ദുഷിക്കുന്നതിന് പകരം ദൈവത്തിന് മഹത്വം കൊടുക്കാന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ തോറ്റുപോയില്ല സഹോദരങ്ങളെ. നീ ജയിക്കുക എന്ന് പറയുന്നതേ വലിയ വീടും വലിയ കാറും സ്വത്തും വലിയ ബാങ്ക് ബാലൻസ് കിട്ടുമ്പോഴല്ല ജയിക്കുന്നത് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി ദൈവം തരുന്നത് മാത്രമാണ്. സ്വത്രം. ജയിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇതൊക്കെ അനുഭവിക്കേണ്ട ഭാഗ്യം. സ്വത്രം. രാത്രികാലം സ്വത്രം പറഞ്ഞ് കിടന്നാലുടനെ ഉറങ്ങാൻ കിട്ടുന്ന ഒരു ഭാഗ്യമുണ്ടല്ലോ. പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതാ മുന്നേ ഏറ്റവും വലിയ അനുഗ്രഹം. ഇവിടുത്തെ ഷെറാട്ടൺ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ചെന്ന് വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഇറങ്ങി ചെന്നിട്ട് പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്ന അല്ല അനുഗ്രഹം. അവിടെയുള്ള ഏറ്റവും മുന്തിയ ഭക്ഷണം ആർത്തിയോടെ തിന്നാൻ കിട്ടുന്ന ഭാഗ്യം അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ ചുമ്മാതെ പറയല്ല കേട്ടോ. എന്റെ അപ്പം പിടിച്ചിറക്കിയിട്ട് പാവയ്ക്ക ജ്യൂസ് തന്നിട്ട് ഇത് മതി കുഞ്ഞ്, ഇനി ബാക്കി നീ കഴിച്ച ചത്തു എന്ന് പറയുന്നവനല്ല. മരണകരമായി യാതൊന്ന് കഴിച്ചാലും ഹാനികരത്തിലെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ചിറക്കും. വഴിയിട്ടു പോകാതെ നിന്നെ അന്ത്യത്തോളം കാക്കുക ശക്തനാണ് തിരിച്ചറിയാൻ ശ്രമിക്കും. അതാ അനുഗ്രഹം. സ്വത്രം. 10-60 വർഷമായി സ്വത്രം ആരോഗ്യത്തോടെ ബലത്തോടെ സ്വത്രം ഭൂമി നിൽപ്പാൻ സ്വർഗം എന്ന ഭാഗ്യത്തെക്കാൾ വലുതൊന്നുമല്ല എൻ്റെ വാഹനങ്ങളുടെ വില. സ്വത്രം. എൻ്റെ വീടിന്റെ മഹത്വം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച, എൻ്റെ ദൈവം തന്ന മഹത്വത്തിന് ഒരിക്കലും സമമാവത്തില്ല കുഞ്ഞുങ്ങളെ. ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, കർത്താവിന്റെ ദാസൻ തന്റെ ദാസിനോട് ഒരിക്കൽ ഭക്ഷണം ആർത്തിയോടെ തിന്നുമ്പോൾ എൻ്റെ അകത്ത് വലിയ സന്തോഷമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ചുമന്നരി ചോറ് തിന്നല്ലേ, ചോറേ തിന്നല്ലേ, വറുത്തത് കരിച്ചത് പൊരിച്ചത് കഴിക്കല്, ചത്തുപോകും. ചാവുന്നെങ്കിൽ പോട്ടേ. ആർക്കും കൊള്ളാത്തവനായി ഭൂമി ശപിക്കപ്പെട്ടവനെ ജീവിക്കുന്നതിന് എത്ര നല്ലതാ നേരത്തെ അങ്ങ് പോകുന്നത് പറഞ്ഞു. സ്വത്രം. വ്യക്തമായിട്ടെ, ഒരു ദിവസം ജീവിച്ചോളാം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നൽകി തരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ കൂടെ നിൽക്കണമെന്ന്. ആ കർത്താവിന്റെ കൂടെ നീ ആഗ്രഹിക്കുന്നില്ല, സ്വർഗം നിനക്ക് തരും. അത് തിന്നു വയറ് നിറഞ്ഞ ഏമൊക്കെ വിടുന്നു, സ്വർഗം നീ ആഗ്രഹിക്കും. ഞാന് ചിലപ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. സ്വത്രം. നമ്മുടെയൊക്കെ വീടുകളിൽ വിരുന്നുകാർ വരാറുണ്ട്. സ്വത്രം. വിരുന്നുകാർ വരുമ്പോ സ്വത്രം അച്ചായൻ നേരത്തെ വന്നിട്ടേ, നാളെ നമ്മുടെ മേലുക്കുട്ടിയും അച്ചായൻ്റെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് വരുന്നുണ്ട്, നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ആ മേലുക്കുട്ടി പലപ്പോഴും പറഞ്ഞു കേട്ടോ, നീ വെക്കുന്ന സാമ്പാറിനും നീ പൊരിക്കുന്ന ആ ചിക്കനും ഭയങ്കര രുചിയാണെന്ന്. അതുകൊണ്ട് ചിക്കനും വെക്കണം, നല്ല സാമ്പാറും വെക്കണം. അച്ചായൻ രാവിലെ മാർക്കറ്റിൽ പോയി എല്ലാം വാങ്ങിച്ചോണ്ട് വന്നു. സ്വത്രം കൊണ്ടുവന്ന് അമ്മമ്മയുടെ കൊടുത്ത് അമ്മമ്മ കരിക്കുന്നു, പൊരിക്കുന്നു. ആ വീടിനകത്തൊരു ഭയങ്കര വെപ്രാളത്തിൽ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു. 12:30 ആയപ്പം നമുക്ക് തൻ്റെ വിരുന്നുകാരെ വീട്ടിൽ വന്നു. സ്വത്രം വന്നോടനെ തന്നെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചിട്ട് സംസാരിക്കാം. വാഷ് ബേസിൻ അവിടെ ഉണ്ട്, അവിടെ പോയി കൈ കഴുകിയിട്ട് വരാം. കഴുകില്ലെന്നും പറഞ്ഞ് അപ്പൊന്നും പോകത്തൊന്നുമില്ല, കഴുകുന്നത് നല്ലത്. സ്വത്രം. സ്വത്രം. 2 കൈ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. സ്വത്രം. ഈ കൈ കൊണ്ട് ഞാൻ പൈസ കൊടുത്ത ചിലരൊക്കെ പറയും,
തോന്നലും വികാരങ്ങളും ദൈവത്തിന് വേണ്ട. ദൈവം പറയുന്നത് നീ അങ്ങ് ചെയ്താൽ മതി. അച്ഛൻ സന്തോഷത്തോടെ കൊണ്ടുചെന്ന് അകത്തുനിന്ന് ചിക്കനും മട്ടനും ചോറും അതുപോലെ ഫ്രൈഡ് റൈസും എല്ലാം കൊണ്ടിരുന്ന് മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തിയേക്കും. കുറച്ച് വെച്ച നാണക്കടല്ലേ, അതുകൊണ്ട് ഇല്ലാത്തത് കൂടി ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. സ്വത്രം അവസാനമാണ് ഈ പപ്പടം കൊണ്ടുവയ്ക്കും. സ്വത്രം ഈ എല്ലാം കൊണ്ടുവച്ച് കഴിയുമ്പം അമ്മാമ്മ അകത്തുനിന്ന് മറിയാമ്മാമ അകത്തുനിന്ന് വിളിക്കും, അച്ചായോ ഇങ്ങോട്ടൊന്ന് വാ. സ്വത്രം അപ്പം യാത്രയോടെ തിന്നാനായിട്ട് സ്വത്രം സഹോദരങ്ങളെ റൗണ്ട് മേശയ്ക്കാണ് തിരിക്കുക. കറങ്ങുന്ന മേശയാ. സ്വത്രം അത് ഇവിടെ ഒന്നും ഉണ്ടാക്കിയതല്ല, ഈട്ടിപ്പലക കൊണ്ട് ഉണ്ടാക്കിയതാ. അത് പ്രത്യേകിച്ചും അവരുടെ വീട്ടിലില്ല, അതുകൂടെ കാണിച്ചൊന്ന് പൊങ്ങാനാണ് സ്വത്രം വിരുന്നിന് വിളിച്ചത്. സ്വത്രം പപ്പടം എടുത്ത് കൈ കൊടുത്തിട്ട് ആ പപ്പടം വിളിച്ച് ചട്ടുകും അമ്മമ്മ കൈയെടുക്കും. എന്നിട്ട് വെറുതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒറ്റ ഒരെണ്ണത്തിൽ തൊട്ടു പോകരുത്. സ്വത്രം അവര് തിന്നാനൊക്കെ പറയും. തിന്നിട്ട് ഇവിടെ കിടന്ന് അവസാനം അയ്യം വിളിച്ച് നിങ്ങളെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, മര്യാദയ്ക്ക് നോക്കി അവിടെ നിന്നോ. ഇറങ്ങി പുറപ്പെടുമ്പം നടന്ന് നടന്ന് തേഞ്ഞ ചെരുപ്പ് കിഴിഞ്ഞിട്ട് ഒരു ചെരുപ്പ് വാങ്ങാൻ പോക്കൊണ്ടായില്ല. കുഞ്ഞുങ്ങൾ 5-6 ഉണ്ട്. അവരെ പഠിപ്പിച്ചൊരു നല്ല കരക്കെത്തിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചിട്ട് അതിന് പോലും കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ദൈവസനെ ചങ്കുപൊട്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞു. വലിയ വീടുകൾ കാണുമ്പോൾ കർത്താവേ, ഇത്രയും വലിയ വീടില്ലെങ്കിലും ഒരു കൊച്ചു വീടിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് തരുവാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമേ. ഒരു സാരി എന്റെ കൂട്ടാളിക്കൊള്ളു, ഒരു പാവാട എന്റെ കൂട്ടാളിക്കൊള്ളു. അപ്പ മാറി ഒന്ന് ഉടുക്കാൻ നീ എനിക്കൊന്ന് തരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു കാലമുണ്ട്. സ്വത്രം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കോഴിയിട്ട മുട്ട കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോ ദൈവദാസൻ ആ വീട്ടിൽ കയറി ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വെച്ചിരുന്ന മുട്ട എടുത്ത് കൊടുത്തിട്ട് മക്കള് വന്നപ്പോ മക്കളെ ചേർത്ത് പിടിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, മക്കളെ ഉപദേശി വന്നു, ഉപദേശിക്ക് കൊടുത്തു, നാളെ നിങ്ങൾക്ക് തരാം മക്കളെ. അന്ന് കരഞ്ഞ അമ്മച്ചി ഇന്ന് ചിക്കനും മട്ടനും വീട്ടിലെ വെച്ചിട്ട് കുത്തിയിരുന്ന് നെടുവീർപ്പിടുക. കാരണം എന്തെന്നറിയാമോ? ഇത് തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ഇത്രത്തോളം നടത്തിയ ദൈവത്തെ മഹത്വം കൊടുക്കാതെ, നിന്നെ നീയാക്കി ദേശത്തിന് മധ്യത്തിൽ ഉയർത്തിയ ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകാതെ ഞായറാഴ്ചക്കാലം വിരുന്നുകാരെ വീട്ടിൽ വരുത്തി ചിക്കനും മട്ടനും കൊടുത്തിട്ട് ദൈവം തന്ന നന്മയും കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ചേഷ്ട കാണിക്കാൻ ജാട കാണിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ സ്വർഗം അത് കണ്ടോണ്ടിരുന്നതാ. ദൈവം മറക്കത്തില്ല, അവനാർക്കും കടക്കാറില്ല. സ്വത്രം ഇപ്പത്തേ എല്ലാം ഉണ്ടായിട്ട് അച്ഛന് തിന്നാൻ പറ്റുന്നില്ല, അമ്മാമ്മയ്ക്ക് തിന്നാൻ പറ്റുന്നില്ല. വളരെ വേദനയോടെ വിളമ്പി കൊടുക്കുമ്പം അച്ഛൻ വെള്ളം വിഴുകുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണകരമായി യാതൊന്ന് കഴിച്ചാൽ ഹാനി വരത്തില്ലെന്ന് എന്റെ കർത്താവ് നിങ്ങളുടെ പറഞ്ഞിട്ടുള്ള വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചിട്ട് എന്റെ പാട്ടുകാരൻ എവിടെയോ പറഞ്ഞൊരു പാട്ടുണ്ട്, പോനാ പോകട്ടെ പോടാതെ സ്വത്രം പറഞ്ഞിട്ട് തിന്നണം. നോക്ക്, എന്റെ അമ്മച്ചിക്ക് ഷുഗർ ബാധിച്ച് ഈ മുട്ടിന് താഴെ അഴിഞ്ഞു പോട്ട് അസ്ഥി മാത്രം വെളിപ്പെട്ടു വന്നു. എന്റെ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടി നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമില്ലാതെ മധുരം കഴിക്കല്ലെന്ന്. പക്ഷെ നീ ഒളിച്ചും മാത്രം വാരി തിന്നതിന്റെ ഗുണമാണ് നീ അനുഭവിക്കുന്നത്. ഞാൻ എന്റെ അമ്മച്ചിയോട് പറയാം, അമ്മച്ചി ഇന്നല്ലെങ്കിൽ നാളെ ചാവും. സ്വത്രം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പട്ടിണി കിടന്നതല്ലേ. സ്വത്രം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പട്ടിണി കിടന്നതല്ലേ. ആ അമ്മച്ചി ഇപ്പം ഇഷ്ടം പോലെ അമ്മച്ചിക്ക് തിന്നാൻ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ, അമ്മച്ചി തിന്നോ. ദൈവം അനുവദിക്കാതെ അമ്മച്ചിയുടെ തലയിലെ മുടിനാര് കൊഴിയാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട എന്റെ കൂടപ്പറപ്പുകളെ, നിങ്ങളെ വിളിച്ചത് ദൈവമാണ്. നിങ്ങളോട് വാക്ക് പറഞ്ഞ് സ്വർഗത്തെ ദൈവമാണ്. മക്കളെ തന്നത് സ്വർഗത്തെ ദൈവമാണ്. കൂട്ടാളിയെ തന്നത് സ്വർഗത്തെ ദൈവമാണ്. ജീവിപ്പുള്ള ജീവിത സാഹചര്യം തന്നത് സ്വർഗത്തെ ദൈവമാണ്. ആ ദൈവം പറയുന്നതിനേക്കാൾ വലുതാണോ ഈ ലോകത്തെ ഡോക്ടർമാർ പറയുന്നത്?
ആർക്കും ഒരു പ്രതീക്ഷയില്ല. കാല് മുറിക്കാൻ 5 പ്രാവശ്യം ഡോക്ടർമാർ കത്തിയെടുത്തോണ്ട് വന്നതാ. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മോണ്ട് പറഞ്ഞു, അച്ചായ അമ്മാമ്മയുടെ കാല് മുറിച്ചാൽ സ്വത്രം അച്ചായന്റെ ജീവിതം തീർന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും മുറിക്കാൻ സമ്മതിക്കല്ലേ, അത് വെച്ച് കെട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോ. പടച്ചവന്റെ ഹിതമാണെങ്കിൽ സ്വത്രം, പടച്ചവൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയവന്റെ ഹിതമാണെങ്കിൽ അമ്മാമ്മയുടെ കാല് സൗഖ്യമാണ്. അപ്പച്ചൻ പറഞ്ഞ കാര്യമുണ്ട്, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം എനിക്ക് അവിടെ തിരിച്ചു സ്വത്രം. ദൈവമേ, തള്ളിക്കളഞ്ഞ് എന്നെ അനാഥനാക്കല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ ഒരുവൻ ഇടയാക്കല്ലേ എന്ന് എൻ്റെ അപ്പ ദൈവസന്ധി കരഞ്ഞു. സ്വത്രം. അങ്ങനെ കരഞ്ഞപ്പോ സ്വർഗം ആ കാലിന് പുതിയ മാംസം വെച്ച് പിടിപ്പിച്ചു. സ്വത്രം. കാല് മുറിക്കണമെന്ന് 5 പ്രാവശ്യം പറഞ്ഞ കാല് പണ്ടത്തെ കാല് പോലെ ഒരു സാധാരണ നിലവാരത്തിൽ എൻ്റെ അമ്മ പിന്നെയും 15 വർഷം ഓടി നടന്ന്. അപ്പോഴും ഷുഗർ എത്തുന്നത് 300-400. ചെക്ക് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരും. എപ്പോഴാണ് അമ്മ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? മൂത്രമൊഴിക്കുമ്പോൾ രക്തം പോകുമ്പോൾ അമ്മയ്ക്ക് പേടിയാവും. സ്വത്രം. അങ്ങനെയാണ് അമ്മ ആശുപത്രിയിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ കുറേ ഗുളിക വാരി കൊടുക്കും. അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അമ്മ പിന്നെയും വാരി തിന്നും. ഞാൻ പറഞ്ഞു, അമ്മ തിന്നോണം, ഇന്നല്ലെങ്കിൽ നാളെ ചാവും. സ്വത്രം. ചാവുന്നതിന് മുമ്പ് പട്ടിണി കളഞ്ഞ് ചാവല്, വല്ല തിന്ന് ചാവണം. സ്വത്രം. ഒരല്ലേ പറ, ഞാൻ ചത്തു പോകും പാസ്റ്റർ, തിന്ന എന്റെ പൊന്നു പാസ്റ്റർ, ഞാൻ ചത്തു. നീ ജീവിച്ചിട്ട് ആർക്ക് പ്രയോജനം? സ്വത്രം. നിന്റെ മക്കളെ പോലും നിന്നെ കുറ്റമല്ല പറയുന്നത്. ഈ അമ്മയ്ക്ക് ഒരു സ്നേഹമില്ല, ഈ അപ്പൻ എന്നെ വേണ്ട. സ്വത്രം. അവരെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് അവർ പാതിരാത്രിയിലാണ് കയറി വരുന്നത്. അപ്പോഴേക്കും ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ ട്യൂഷന് പോകും. സ്വത്രം. എന്തിന് ഞായറാഴ്ച ഒരു ദിവസം പോലും നിന്റെ കോച്ചിനെ ട്യൂഷന് വിട്ടിട്ടല്ല ഞാനെത്തി വരുന്നത്? എന്തിനാ? കളക്ടറാകാൻ, എഞ്ചിനീയറാകാൻ, ഡോക്ടറാകാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തിരുവചനം വെച്ചുകൊണ്ട് സത്യമായി നിങ്ങളോട് പറയാ, ഈ പുസ്തകം ചുമക്കുന്ന നിന്റെ കുഞ്ഞിനെ കൊണ്ട് ഇത് ചുമപ്പിക്കാൻ ഇടവരുത്താതെ നീ അവനെ എഞ്ചിനീയറും ഡോക്ടറും ആക്കാൻ വേണ്ടി നടന്ന നിന്റെ കുഞ്ഞ് എഞ്ചിനീയറും ആകത്തില്ല, ഡോക്ടറും ആകത്തില്ല. അവന് കള്ളുകുടിയനായി മാറും. സ്വത്രം. അവന് കഞ്ചാവ് കുടിയനായി മാറും. അവൻ ബ്രൗൺ ഷുഗറിനും പെത്തറിനും അടിമയായിട്ട് ഡിപ്രഷൻ ബാധിച്ച് നിന്റെ വീട്ടിനകത്ത് കിടക്കുമ്പോൾ ഇവിടെ വന്നിരുന്നുണ്ട്, എനിക്കൊരു സ്വത്തതയില്ല. 100 കണക്കിന് ദേ ഈ ഫോണിനകത്തൂടെ സ്വത്രം. ഞാൻ പലപ്പോഴും ലൈവ് ഇടും. സ്വത്രം. ഞാൻ മെസ്സേജ് ഇടും. അത് കേട്ടിട്ട് അനേക ദൈവമക്കൾ എന്നെ വിളിക്കും. അങ്ങനെ ഒരു ജാതിയുടെ കാര്യം പറയുമോ? സ്വത്രം. എന്ത് പറ്റി? തായ്തടി വളഞ്ഞു പോയാൽ, തന്തത്തടി വളഞ്ഞു പോയാൽ ചില്ലകള് ഒടിഞ്ഞു പോകും. മനസ്സിലായി കാണത്തില്ല. സ്വത്രം. നീ വളഞ്ഞ നിന്റെ സന്തതി ഓടിയും. നിന്നെ വളർത്തുന്നത് ദൈവമാണെന്നും നിനക്ക് സന്തതിയെ തന്നത് ദൈവമാണെന്നും നീ വിശ്വസിച്ചിട്ട് ചുമ്മാതെങ്കിലും മഹത്വം ദൈവത്തിന് കൊടുക്കും. സ്വത്രം. ഒരിക്കലും അവൻ വഴിയിൽ പട്ടു പോകത്തില്ല. ഒരു പക്ഷേ അവൻ നീ പറഞ്ഞ് കേൾക്കാതെ നിന്നിൽ നിന്ന് വഴുതിപ്പോയാലും സ്വർഗത്തിലെ വഴിയിൽ വെച്ച് അവനോട് പറയും, നിന്റെ അപ്പനോ കരഞ്ഞതിന്റെ പ്രതിഫലം നീ എനിക്ക് നീ. അങ്ങനെയാണെങ്കിൽ ആ അപ്പനും അമ്മയും പറഞ്ഞു കേട്ട് അനുസരിച്ച് അത് പ്രകാരം നിന്റെ അപ്പനോടും അമ്മയോടും കൂടെ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിന്റെ കഷ്ടം മാറും, നിന്റെ കണ്ണുനീര് മാറുമെന്ന് നീ പോലും അറിയാത്തവരുടെ നിന്റെ തലമുറയോടും നിന്റെ കൂട്ടാനും പറയാൻ സ്വർഗം ചിലരെ ഒരുക്കും. അതാണ് നിന്റെ കണ്ണുനീര് ദൈവം തരുന്ന പ്രതിഫലം. ഇനി എന്റെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരാരും ദരിദ്രരായി, സ്വത്രം, രോഗം ശീലിച്ചവരായി, ശപിക്കപ്പെട്ടവരായി ആരും ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടിട്ടില്ല. കീറുവസ്ത്രമായി ഇറങ്ങിയവൻ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ തലവരുത്തി നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ കഷ്ടത മാറ്റി ഒരു യേശു ഉണ്ടെന്ന്, എന്റെ കണ്ണുനീര് തുടച്ച യേശു ഉണ്ടെന്ന് എനിക്കും പറയാൻ കഴിയും. എന്നെ ഞാനാക്കിയ ഒരു യേശുവിനെ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുന്നു. സ്വത്രം. ഒരുപാട് കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ നിലവിളിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. എന്നാൽ നീ ആദ്യമേ നിന്റെ കുഞ്ഞിനെ ഓർത്ത് നിലവിളിച്ചിരുന്നെങ്കിൽ ഈ അവസാന നിമിഷത്തിൽ അവനെ ഓർത്ത് സന്തോഷിക്കാൻ വകയുണ്ടായിരുന്നു, അവളെ ഓർത്ത് സന്തോഷിക്കാൻ വകയുണ്ടാവായിരുന്നു.
നമ്മുടെ കുഞ്ഞുങ്ങൾ ഒട്ടും മോശമല്ല കേട്ടോ. സ്വന്തം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കുപ്പിയിലിറക്കി സ്വന്തം നമ്മളെ കുപ്പിക്കകത്ത് അടച്ച് പോക്കറ്റിട്ടോടെ നടക്കുന്നത്. സ്വന്തം പറഞ്ഞു തരാം, ബാംഗ്ലൂരിൽ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളെ എനിക്കറിയാം. എൻ്റെ ചർച്ചിൽ ചില കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. സ്വന്തം അവരെ പഠിപ്പിക്കുന്നത് ഞാനാ. സ്വന്തം ഞാൻ അവിടെ പറഞ്ഞു, മക്കളെ, ദൈവം കൂടെ ഇല്ലെങ്കിൽ നീയൊക്കെ തോറ്റ് തുന്നം പാടും. നീയൊക്കെ ആഗ്രഹിക്കുന്ന ശുഭഭാവി നീ എത്തിച്ചേരത്തില്ല. അയ്യോ പാസ്റ്റർ, അവരൊന്നും പറയല്ലേ പാസ്റ്റർ, അവർ പാവങ്ങളല്ലേ പാസ്റ്റർ, അവർക്കൊന്നും അറിയാത്ത പൊട്ടപ്പുള്ളയല്ലേ. ആ മൊബൈലിനകത്തോട്ട് നോക്കണം. സ്വന്തം ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പറ്റാത്ത കാര്യങ്ങൾ ആ മൊബൈലിനകത്തോടെ മക്കൾ കാണിക്കുന്നത്. തൂക്ക തൂക്ക എല്ലാം തൂക്ക. അവസാനം തൂത്ത് ഇപ്പൊ തേപ്പായി. അവൻ എന്നെ തേച്ചടാ, അല്ല അവൾ എന്നെ തേച്ചടാ, അവൻ എന്നെ തേച്ചടി. എന്താ നിന്നെ തേക്കേണ്ട കാര്യം എന്നറിയാമോ? നീ ഒരു തേപ്പ് വിഷയമായി നിന്ന് കൊടുത്തതുകൊണ്ടാ. സ്വന്തം തേക്കാൻ നീ അങ്ങ് വിട്ടുകൊടുത്തത് കൊണ്ടാ. നിന്നെ ദൈവത്തിന്റെ കാര്യത്തിൽ കൊടുത്തു നോക്ക്, നിന്നെ ആരും തേക്കത്തില്ല കേട്ടോ. നിന്നോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ തേക്കാൻ വരുന്ന സ്വർഗം തേക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും തോറ്റുപോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? സ്വന്തം ആരാധനയിൽ. സ്വന്തം അവർക്ക് സമയമില്ല. ആരാധനയ്ക്ക് പോകാൻ വിളിക്കുമ്പം സ്വന്തം കുഞ്ഞ് പറയും, അമ്മ ഇന്ന് സ്പെഷ്യൽ ട്യൂഷൻ വെച്ചിട്ടുണ്ട്. സ്വന്തം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാം, മര്യാദക്കൊരുങ്ങി പള്ളി പോയി നിന്റെ സ്പെഷ്യൽ അവിടെ കിടക്കട്ടെ. അന്നത്തെ ദിവസത്തോളം ദൈവം നിനക്ക് തന്നോളും. അതുകൊണ്ട് എൻ്റെ മക്കളെ നോറ്റില്ല. എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് കരയേണ്ടി വന്നില്ല. നമ്മൾ LKG മുതൽ നല്ല ഫ്രഞ്ച് ഇംഗ്ലീഷ് ഉരുട്ടി കൊടുക്കുന്നത്. പള്ളിയിൽ കൊണ്ടുവരത്തില്ല, സൺഡേ സ്കൂളിൽ വിടത്തില്ല. സ്വത്രം പാസ്റ്റർ വീട്ടിൽ വന്ന മക്കൾ അതിന് പാസ്റ്റർ തിരക്കുന്നതിന് അവൻ നശിച്ചോണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. സ്വത്രം അപ്പം പറയും, കുഞ്ഞ് ട്യൂഷന് പോയേക്കോ. കുഞ്ഞ് അവിടെ ബസ് സ്റ്റാൻഡിൽ നിൽപ്പോണ്ട്. സ്വത്രം ബസ് സ്റ്റോപ്പിൽ നിൽപ്പോണ്ട്, ട്യൂഷനാണ്. സ്വത്രം പലരും വന്ന് ട്യൂഷൻ എടുത്തിട്ട് പോവുക. അവസാനം നീ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ ഓർത്ത് കരയും. ദൈവപ്പൈതലേ, ദൈവം നിനക്ക് തന്ന സന്തതിയാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കഴിഞ്ഞിട്ടും ദൈവത്തെ ആരാധന ശേഷം മതി ബാക്കി ലോകത്തിന്റെ നന്മയെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് നിന്നോട് കൂടെ ചേർത്ത് പിടിച്ചിട്ട്. എത്ര വരെ എൻ്റെ അപ്പച്ചൻ, ഞാൻ കല്യാണം കഴിച്ച് 2 കുഞ്ഞുങ്ങളായിട്ട് പോലും ഞാൻ കാണിച്ച തെറ്റിൽ എന്നെ അടിച്ചിട്ടുണ്ട്. അത് കൊച്ചടിന്ന് കഴിച്ച് അവളവളക്കി അടിച്ചത് കറങ്ങി താഴെ വീണു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഓർക്കും. സ്വന്തം ആ അടിയുടെ വേദന ഇന്ന് പകൽക്ക് രാത്രിക്കാലം വ്യക്തമായി കൂടെ പറയട്ടെ. സ്വന്തം നീതിമാൻ അടിക്കുന്നത് തലയ്ക്കെണ്ണ. അങ്ങനെ നിന്റെ അപ്പൻ നിന്നെ ശാസിക്കുന്നതും നിന്നെ അടിക്കുന്നതും നീ നശിച്ചു പോകാനല്ല. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിച്ചത് നീ നശിക്കാനല്ല, നീ ഉയർച്ച പ്രാപിക്കാനാ. നിന്റെ അപ്പൻ നിന്നെ കാക്കുന്നത് പോലെ, നിന്റെ അമ്മ നിനക്ക് തരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നത് എന്തിനാണെന്ന് അറിയാമോ? നീ ആരുടെ മുമ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണ് ഇരിക്കേണ്ടതിനാ. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്ത നന്മ തന്നു നിന്നെ നിറച്ചത് സ്വന്തം ആരുടെ മുമ്പിൽ നീ തലകുലിക്കാതിരിക്കാനാ. നീ ഒരിക്കൽ പറഞ്ഞതാ, എന്റെ മക്കൾക്ക് ഒരു നല്ല ഭാവിയില്ലെന്ന്, എന്റെ കുടുംബത്തിനകത്ത് ഒരു നന്മ ഒരുങ്ങത്തില്ലെന്ന്, ഞാൻ ഇങ്ങനെ എന്റെ കുഞ്ഞുങ്ങളും നശിച്ചു പോകുമെന്ന് നീ പറഞ്ഞതാ. അത് കേട്ട സ്വർഗത്തലയോ നിന്നെ ഉയർത്തിയത് മറ്റുള്ളവർ ലജ്ജിപ്പിക്കാതിരിക്കാനാ. ഇപ്പൊ നീയോ ദൈവത്തിന്റെ നാമത്തിൽ ലജ്ജിക്കേണ്ടി വരിക. സ്വന്തം ഇങ്ങനെ ചോദിക്കും, നീ പെന്തിക്കോസിൽ പോയിട്ട് നീ എന്ത് നേടി? പക്ഷേ ഞാനൊരു നല്ല വീട് വെച്ചു, പക്ഷേ ഞാൻ നല്ല വണ്ടി വാങ്ങിച്ചു, എനിക്ക് ദൈവം തന്നില്ല. നിന്റെ മക്കളുണ്ടാ? ഓ, ഒരുത്തൻ MSc പഠിച്ചു, അവൻ ജോലിയില്ലാതെ ഇപ്പം വീട്ടിനകത്ത് കയറി അടച്ചിരിപ്പുണ്ട്. സ്വന്തം എൻ്റെ മോള് BSc നഴ്സിംഗ് പാസ്സായി, ഒരുപാട് CV കൊടുത്തിട്ട് ജോലി കിട്ടിയില്ല. സ്വന്തം ഇതിനാണോ കർത്താവ് വിളിച്ചത്? നീ പഠിച്ചാൽ നിന്റെ സമിതിക്ക് ജോലി കിട്ടും, പക്ഷെ പഠിക്കാൻ കൃപ തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്വന്തം നിന്നെ ഇവിടുന്ന് ബാംഗ്ലൂരും മൈസൂരിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെ വിടുന്ന ആ സാമ്പത്തികം നിന്റെ അപ്പൻ കളച്ചെടുത്തതല്ല. നിന്റെ അമ്മയും അപ്പനും കൂത്തിയിരുന്ന് കരഞ്ഞ് ദൈവത്തിന് പ്രാപിച്ചതാ.
അത് വാങ്ങിച്ചുകൊണ്ട് നീ പഠിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഞാൻ തിരിച്ചു നിന്ന് എന്റെ വിജയം കാത്തിരിക്കുന്ന ഒരു അപ്പനും അമ്മയും വീട്ടിലുണ്ട്. എന്നെ ഞാനാക്കി ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവഹിതമല്ലാത്തതൊന്നും എന്റെ മുമ്പിൽ ദൈവമേ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നിന്റെ സന്തതി ദൈവത്തിന് മഹത്വമുള്ളവനും മഹത്വമുള്ളവനും മാറിയാലുണ്ടല്ലോ, അവർ വഴി പട്ടു പോകത്തില്ല. അവർ പോകുന്നതിനും ഇരട്ടി സന്തോഷത്തോടെ മടങ്ങി വന്നവരും അപ്പാ സ്വർഗത്തിലെ ദൈവം എനിക്കൊരു നല്ല വിജയം തന്നു. അത് മാത്രമല്ല അപ്പാ, ക്യാമ്പസിൽ വെച്ച് തന്നെ എനിക്കൊരു ഇന്റർവ്യൂ ലഭിച്ചു. വിദേശത്തേക്ക് പോകുവാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരി മൂലം എന്റെ കൂടെ ഉണ്ടായിരുന്ന സാറ്, എന്നെ പഠിപ്പിച്ച സാറ് എനിക്കൊരു വഴി പറഞ്ഞു. അപ്പാ അത് ചെയ്താൽ നമ്മുടെ കഷ്ടം മാറും. നിന്നെ ദൈവം ചിലപ്പോഴൊക്കെ സന്ദർശിക്കും. അതെന്തിനാണെന്നറിയാമോ? അവൻ നിന്നെ മറന്ന് കളഞ്ഞിട്ടില്ല എന്ന് നീ അറിയേണ്ടതിനാ. സ്വന്തം നിന്റെ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി ഭവനത്തിനകത്തിരുന്ന് കരയുന്നത് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ ആ ഭാവിയിൽ എത്തും വരെയും അവരുടെ കണ്ണുനീര് തോരത്തില്ല. അത് നീ തിരിച്ചറിഞ്ഞിട്ട് അപ്പനോടും അമ്മയോടും കൂടെ ചേർന്ന് എത്ര തിരക്കാണെങ്കിലും എത്ര സാഹചര്യങ്ങൾ മോശമാണെങ്കിലും ആലയത്തിൽ പോയിട്ട് ആരാധന കഴിയുമ്പോൾ നിങ്ങളുടെ ദൈവദാസന്റെ മുമ്പിൽ വന്നിട്ട്, ദൈവദാസനെ കഴിഞ്ഞ മാസം എന്നെ കാത്ത് പരിപാലിച്ച ദൈവമുണ്ട്, ആ ദൈവം ഇനിയും എന്നോട് കൂടെ ഇരിക്കണത്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ പുൽപിറ്റിന്റെ അവിടെ വന്ന് തല ഒന്നിച്ച് നോക്ക്. നിന്റെ മക്കളെ നീ കൊണ്ടുവന്ന് ദൈവദാസന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു നോക്ക്. ആ സന്തതി പട്ടുപോകത്തില്ല, ആ സന്തതി ഉയർച്ച പ്രാപിക്കാൻ ഇരിക്കത്തില്ല. അവൻ പഠിച്ചിറങ്ങിയാൽ അതിന്റെ 3-ാം മാസം അവൻ ജോലിക്ക് പറക്കും. കൊള്ളാം പാസ്റ്ററെ, ഞാൻ അനുഭവിക്കുന്നത് എനിക്കല്ലേ അറിയത്തുള്ളൂ പാസ്റ്റർ. പാസ്റ്റർ പ്രസംഗം നല്ലതാ, പക്ഷെ അനുഭവിക്കുമ്പോഴേ എൻ്റെ വേദന അറിയത്തുള്ളൂ. പിന്നെ ഞാൻ പൊട്ടനല്ലയോ? ഞാൻ മക്കളെ വളർത്താത്തവനല്ലയോ? ഞാൻ ദൈവത്തിന്റെ മകത്വം കാണാത്തവനല്ലയോ? സഹോദരങ്ങളെ, അവൻ ആർക്കും കടക്കാനല്ല കേട്ടോ. സ്വന്തം അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവനിൽ ആശ്രയിച്ചവരാരും ഭൂമിയിൽ പട്ടുപോയിട്ടില്ല. അവന്റെ തലമുറ ആരുടെ മുമ്പിൽ തലകുനിക്കാതെ വിട്ടുകൊടുത്തിട്ടില്ല. അവന്റെ പേഴ്സ് കാലിയായിട്ടില്ല. അവന്റെ കലവറ ശൂന്യമായിട്ടില്ല. അവന്റെ സന്തതി ദേശങ്ങളിൽ അവകാശമായിട്ട് വന്നു പറയും, എന്റെ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി കരഞ്ഞതുകൊണ്ടാ എന്റെ ദൈവം ഞങ്ങളെ ഉയർത്തിയത്. ഇത് പറയണം നിന്റെ കുഞ്ഞ്. അത് പറയിക്കാൻ നീ തയ്യാറാകണം. നീ നിന്റെ കുഞ്ഞിനെ ശിക്ഷ കൊടുത്ത് ദൈവത്തിന്റെ വചനത്തിൽ നീ അടിയുറച്ച് വിശ്വസിപ്പിച്ചിട്ട് അവരെ നിന്നോട് കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്ത ആലയത്തിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ആഗ്രഹമുണ്ട് പാസ്റ്റർ, കുഞ്ഞിന് നാളെയാ എക്സാം. നമ്മുടെ മക്കൾക്ക് ഒത്തിരി ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബുദ്ധി കൂടിയിട്ട് അതിബുദ്ധിയായി. സ്വന്തം നാളെയാ എക്സാം. അതുകൊണ്ട് കുഞ്ഞിനെ ഞാൻ വീട്ടിലാക്കിയിട്ട് വന്നതാ. ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്. എന്ത് പഠിക്കാനാ? പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ദൈവം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം മഹത്വം ദൈവത്തിന്. സ്വന്തം ആദ്യം മഹത്വം ദൈവത്തിന്. മോനെ മോളെ, നീ തോക്കത്തിലടി. കുഞ്ഞെ, നിന്റെ കൂടെ ദൈവമുണ്ട്. വാ മക്കളെ, ആദ്യം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒന്ന് ചേർന്ന് നിന്ന് നോക്ക സഹോദരങ്ങളെ. എത്ര രക്ഷപ്പെടത്തിൽ നിന്ന് ലോകം ഒരുമിച്ച് വിധിച്ച് നിന്നെ മാറ്റി നിർത്തിയാലും അവന്റെ കണ്ണിന് മുമ്പിൽ നിന്റെ തലമുറ ജയിച്ചു പുറത്തു വരും. ഇതായിരിക്കും സ്വത്രം. കുറ്റം പറഞ്ഞും പരിഹസിച്ച് നിന്ദിച്ചും അപമാനിച്ചും ഒറ്റപ്പെടുത്തിയും ഒക്കെ രൂത്തിനെ ഒതുക്കാൻ പിശാച് പദ്ധതിയൊരുക്കിയപ്പോൾ സ്വർഗം ഒരു ബോവസോടെ പറയുക, തൊട്ടുപോകരുത്. ഈ രാത്രിയിൽ നിന്നോട് ദൈവം പറയുക, ഒരനർത്ഥവും വന്നു ഭവിച്ച് നീയും നിന്റെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ കഴിഞ്ഞ നാളുകളെ ഓർത്ത് വിലപിക്കാതെ വരുവാനുള്ള ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് അവന്റെ തിരുമുഖത്തേക്ക് നോക്കി നീ പറയണം, കർത്താവേ, ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും നിന്റെ മഹത്വത്തിൽ നിന്ന് അകന്നു പോകാൻ വരുത്താതെ നിന്നോട് കൂടെ നിന്ന് നിന്റെ സന്നിധിയിൽ വന്ന് ചേരുവരെയും അങ്ങേക്ക് മഹത്വം നിൽപ്പാൻ എന്നെ സഹായിക്കണമെന്ന് നീ പറഞ്ഞ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നീ സേവിച്ചു വന്ന ദൈവം നിന്നെ തോൽപ്പിച്ചോ മോളെ? സ്വന്തമല്ലാത്ത ദേശത്ത്
അമ്മായിയമ്മയുടെ കൂടെ വന്ന നീ കരഞ്ഞു വിലപിച്ചാണോ ഇപ്പൊ നടക്കുന്നത്? സ്വന്തം രൂത്ത് പറയും, എടാ പോളെ, അന്ന് ഞാൻ എടുത്ത തീരുമാനം സ്വർഗം കേട്ടതുകൊണ്ട് ഇന്ന് സ്വർഗത്തിന്റെ അവകാശിയാണ് ഞാൻ. എന്റെ മോനാണ്, എന്റെ കൊച്ചുമോനാ നിന്നെ രക്ഷിച്ചത്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിനക്ക് രക്ഷ ഒരുക്കേണ്ടത് ലോകമല്ല, നിന്റെ സന്തതിയാ. ആ സന്തതി ദൈവത്തിന് മഹത്തമായി മാറേണ്ടതിന് നീ വില കൊടുത്താൽ അവന്റെ മേലുള്ള സകല ശാപത്തിന്റെ കെട്ടുകളും അഴിഞ്ഞു മാറും. ഈ ശാപത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ദൈവാത്മാവ് പറയുന്നു, സ്വത്രം സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്നും നോക്കുന്നത് സ്വത്ര ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോന്നാ. സ്വത്രം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മുഖം രാവും പകലും നീ അന്വേഷിച്ചാൽ സ്വർഗം നിന്നെ ബുദ്ധിമാനായി എണ്ണും. അങ്ങനെയാണെങ്കിൽ നിന്റെ മേൽ വരുന്ന ശാപം സ്വർഗം നിനക്കും നിന്റെ സന്തതിക്കും വരാതെ വണ്ണം സ്വർഗം അത് നീക്കി നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, 4 തലമുറ വരെ ശാപവും എത്ര തലമുറ വരെ അനുഗ്രഹമെന്നാ കുറച്ചു പറ. യെസ്, അതെങ്ങനെയാ 4 തലമുറ ശാപം? ഈ 1000 തലമുറ എങ്ങനെയാ അനുഗ്രഹം അറിയാമെങ്കിൽ ഒന്ന് ചെറുതാണെന്ന് പറയാമോ? നമ്മളെല്ലാവരും അനുഗ്രഹത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരാ. സ്വത്രം സ്വത്രം എങ്ങനെയാ നിന്റെ ശാപം മാറുന്നത്? പിതാക്കന്മാരുടെ കടന്നു വന്ന തലമുറ തലമുറയായി മാറി വന്ന ശാപം എങ്ങനെ നീങ്ങും? എങ്ങനെ നീക്കാൻ കഴിയും? മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് തിരുവഴുത്തിൽ എഴുതി വെച്ചേക്കുന്നെങ്കിൽ ആ തൂങ്ങിയവരെ നീ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ദൈവസനം മുഴങ്കാലും അടയ്ക്കട്ടെ നീ പറയണം, കർത്താവേ, എന്റെ പിതാക്കന്മാരുടെ ശാപം എന്റെ മേൽ ഇടരുത്, എന്റെ സന്തതിയെ അനുഗ്രഹിക്കണം. എന്റെ പിതാക്കന്മാരുടെ ശാപം എന്റെ മേൽ ഇടരുത്, എന്റെ സന്തതിയെ അനുഗ്രഹിക്കണം. അപ്പൊ നീ എവിടെ നിൽക്കുക? മധ്യസ്ഥനായി നിൽക്കുക, ഇടുവിൽ നിൽക്കുക. അവരെ മനസ്സിലാവുന്നുണ്ടോ? സ്വത്രം നീ മധ്യസ്ഥനായി നിൽക്കുക. അപ്പൻ വരുത്തി വെച്ചത്, മുൻ തലമുറക്കാർ വരുത്തി വെച്ചതിന് നടുവിൽ നിന്നുകൊണ്ട് നീ യാഗമാക്കുകയാ. സ്വത്രം സ്വർഗം അത് നിന്നിൽ നിന്ന് എടുത്ത് അങ്ങോട്ടങ്ങ് കൊണ്ടുപോകും. സ്വത്രം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എപ്പോ നോക്കിയാലും ഈ അമ്മച്ചി പാട്ടും പ്രാർത്ഥനയുമാ. പക്ഷെ എനിക്ക് അന്നൊക്കെ അമ്മച്ചിയോട് ദേഷ്യം തോന്നി, പക്ഷെ ഇന്ന് അമ്മച്ചിയോട് അഭിമാനം തോന്നുന്നു. അന്ന് അപമാനമാണ് എനിക്ക് തോന്നിയത്, ഇന്ന് അഭിമാനം തോന്നുന്നു. അന്ന് അമ്മച്ചി കരഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. അമ്മച്ചിയുടെ കണ്ണുനീര് കണ്ടിട്ട് അമ്മച്ചിയുടെ ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞില്ല. കുഞ്ഞെ, ഇത് പറയണമെന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്തതിന്റെ കൂടെ ഉണ്ടാവണം. പക്ഷേ പേർഷ്യയിരിക്കുന്ന കുഞ്ഞങ്ങനെ എൻ്റെ കൂടെ വരുന്നത് പേർഷ്യപ്പാൻ ഒരിക്കലാരാ? സ്വർഗത്തിലെ ദൈവമാ. അങ്ങനെ നീ ഇവിടുന്ന് പ്രാർത്ഥന സ്വർഗം അവിടെ കേട്ടോളൂ കേട്ടോ. സ്വർഗം 4ാം തലമുറ പറയുകയാണ്, എൻ്റെ അമ്മച്ചി അപ്പച്ചനും ദൈവത്തിന് വില കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. എന്നിട്ട് 5ാം തലമുറയോട് ആ മകൻ പറയും, ആ മകള് പറയും, പോയിരുന്ന് പ്രാർത്ഥിക്കണി, പോയിരുന്ന് ബൈബിൾ വായിക്കണി. എന്റെ അമ്മച്ചി ദൈവസനെ കരഞ്ഞതുകൊണ്ടാ നീയൊക്കെ നീ തിന്നുന്നത് കാണുന്നതൊക്കെ. എന്റെ അമ്മച്ചി, എന്റെ അപ്പച്ചൻ, നീ അനുഭവിക്കുന്ന നന്മ എനിക്ക് ദൈവം തന്നതാ. അതെന്റെ അമ്മച്ചിയുടെ കണ്ണുനിര. 4ാം തലമുറ. തുടർന്നുള്ള തലമുറകളെല്ലാം പറഞ്ഞ ഞങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദൈവം ഞങ്ങളെ ഉയർത്തി. എന്നാൽ ശപിക്കപ്പെട്ട മാതാവേ, പിതാവേ, ശാപത്തെ ഒഴിക്കാതെ നീ അത്ര സ്വത്രം പറഞ്ഞാലും അല്ലേലിയ പറഞ്ഞാലും നീ ഉയർച്ച പ്രാപിക്കുന്നത് ഉയർന്നവരെ കണ്ട കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തമായി പറയട്ടെ, സ്വത്രം നിന്റെ അപ്പൻ ചെയ്ത പാപമാണെന്ന് അറിഞ്ഞിട്ട് പോലും നീ അതിന്റെ മധ്യത്തിൽ ഇടിവ് നിൽക്കാതെ അതിനേക്കാൾ വലിയ ശാപം നിന്റെ മേൽ വരുത്തി വെച്ച നിന്റെ 3ാമത്തെ തലമുറ പറയും, അപ്പനും ശരിയായിരുന്നില്ല,
എൻ്റെ അപ്പനും ശരിയായിരുന്നില്ല. നിങ്ങൾ ചെയ്ത പ്രവർത്തിയുടെ പരിണിത ഫലമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്രം നോക്ക്, അവനും പ്രാപിക്കൊണ്ടാ പറയുന്നത്. ആരെ? ജനിപ്പിച്ച അപ്പനെ അമ്മയും ശപിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് കേൾക്കുമ്പം സ്വത്രം അമ്മ പറയും, എടാ കുഞ്ഞ്, ദൈവകോപം വരുത്തുന്ന കാര്യം നീ പറഞ്ഞാൽ നീ ഗതി വിളിക്കാതെ പോകണ. ശരിയാണോ ഞാൻ പറഞ്ഞത്? അമ്മച്ചി വലിയ കാര്യം ചെയ്തിട്ടല്ലേ ഈ മോനെടുത്ത് പറയുന്നത്. അവിടെ നിന്നുള്ളതിനെ വാങ്ങിച്ചെടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കാതെ ഇപ്പൊ തലമുറയുടെ വെളി കൊടുത്തേക്കുക. ആ തലമുറ തിരിഞ്ഞു നിന്നുണ്ടോ? നാലാമത്തെ തലമുറ പറയും, തള്ളേ, നിങ്ങൾ നിങ്ങളുടെ അപ്പന്മാരും നിങ്ങളുടെ അമ്മമാരും വലിച്ചു വെച്ചതാ ഇപ്പൊ ഞങ്ങൾ ഈ ഗതിയിലെത്തിയത്. അടുത്ത തലമുറ ഭൂമിയുടെ മേളിൽ കാണത്തില്ല. സ്വത്രം. അത് പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വത്രം. പണ്ട് യേശു കർത്താവ് മാനവരാശിയുടെ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് പച്ച പൈന്മര കൃഷി തോളിലേന്തിക്കൊണ്ട് വീട് എഴുന്നേറ്റും യെരുശലേമിലെ തെരുവിലൂടെ പോകുമ്പം സ്വത്രം അവിടെ ഉണ്ടായിരുന്ന സഹോദരിമാരെല്ലാം സ്വത്രം ഉണ്ടായിരുന്ന ചേട്ടന്മാരെല്ലാം കണ്ടം വഴി ഓടി. കടയന്മാർ കൂടെ പിന്നെ തിന്നാനും കുടിക്കാനും ആളാവാനും നടന്നവന്മാരാ. ഇപ്പൊ ആളാവാൻ പറ്റത്തില്ല, കണ്ടം വഴി ഓടി. പക്ഷെ ഈ സഹോദരിമാർ അങ്ങനെ അധികം ഓടത്തില്ല. അവർ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇന്ന് കണ്ടില്ലെങ്കിൽ ചോദിക്കും, എന്താ അവിടെ സംഭവിച്ചത്, എന്തെങ്കിലും സംഭവിച്ചോ? സ്വന്തം കാള പെട്ടെന്ന് പറയുന്ന കേട്ട് കയറ് വേണോ? നല്ലതില്ല. 5 കോടതിയിൽ മാറി മാറി വിസ്തരിക്കുമ്പോ പിതാക്കന്മാർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കേട്ട് കരഞ്ഞും വിലപിച്ചു. സ്വത്രം അവിടെ നിന്ന് ഓടി വന്ന് വീട്ടിന്റെ വെളിയിൽ നിന്നുകൊണ്ട് പച്ചപ്പൈമല കുരിശ് ചുമന്നുകൊണ്ട് യേശുവിനെ കണ്ട് വാവിട്ട് മാറത്തടിച്ച് പൊട്ടിക്കരയുന്ന യെരൂശലേം പുത്രിമാരെ നോക്കിയിട്ട് യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. എന്നെ ചൊല്ലി കരയണ്ട, നിന്നെയും നിന്റെ മക്കളെയും ചൊല്ലി കരയുവിൻ. കാരണം നിന്റെ അപ്പന്മാര് അവിടെ നിന്ന് പറഞ്ഞത് നിന്റെ സന്തതിക്ക് വരാതെ ഇരിക്കണമെങ്കിൽ. എന്റെ അപ്പന്മാര് പറഞ്ഞത് ഇവൻ നീതിമാനാണെങ്കിൽ ഈ രക്തത്തിന്റെ പഴി എന്റെ മേലും എന്റെ തലമുറ മേലും ഭാവിയാല്. നീ എപ്പോഴെങ്കിലും നീ ചെയ്ത പാപത്തിന് നിന്റെ തലമുറ സാക്ഷി നിർത്തി സത്യം ചെയ്തുകൊണ്ട് ജയിക്കാൻ ശ്രമിച്ചാൽ നീ മാത്രമല്ല നിന്റെ സന്തതി പോലും കരുപിടിക്കാതെ പോകും. നമ്മളങ്ങനല്ലേ? നമ്മളെ കള്ളത്തരം കാണിച്ചിട്ട് സ്വന്തം ജയിക്കാൻ വേണ്ടി എന്റെ മക്കള് സത്യം, എന്റെ കുഞ്ഞുമോള് സത്യം, എന്റെ പൊന്നുമോള് സത്യം. ആ കുഞ്ഞ് ഒന്നും അറിഞ്ഞില്ല. ആ കുഞ്ഞ് അതിന്റെ പാട് നോക്കി നടന്നതാ. നീ ചെയ്ത തെറ്റിപ്പം നിന്റെ സന്ധിയുടെ മേൽ വെച്ചു കൊടുത്തിട്ട് നീ ജയിക്കാൻ ശ്രമിക്കുക. ദൈവമക്കളെ ഒരിക്കലും ചെയ്യല്ലേ, ഒരിക്കലും ചെയ്യല്ലേ. ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാ നിനക്ക് തന്നത്. സ്വന്തം ഊനമില്ലാത്തൊരു സന്തതിയാ നിനക്ക് തന്നത്. അത് ഊനമുള്ളതാക്കി മാറ്റുന്ന പ്രവൃത്തി ചെയ്തിട്ട് നീ ആളാവാൻ ശ്രമിക്കല്ലേ. എന്തെങ്കിലും വന്നാലും കർത്തന്റെ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്തു പറഞ്ഞ് നിന്റെ സങ്കടങ്ങൾ മുഴുവൻ കർത്തനെ ഇറക്കി വെച്ചിട്ട് അവനോട് പറയണം, തെറ്റിപ്പോയി കർത്താവേ, പറ്റിപ്പോയി കർത്താവേ, നിനക്ക് രക്ഷിപ്പാൻ കഴിയുമെന്ന് പറ. ഒരു ശത്രു സൈന്യം നിന്നെ പാളയം ഇറങ്ങിയാലും അതിന്റെ മധ്യത്തിൽ നിന്ന് സ്വർഗ്ഗം നിന്നെ വിടുവിക്കും. അപ്പന്മാര് വരുത്തി വെച്ചത് തന്റെ മക്കൾ എത്ര തലമുറ അനുഭവിക്കേണ്ടി വന്നെന്നറിയാമോ? ഒന്ന് വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ശാപമല്ല നിന്റെ മേൽ ദൈവം പകർന്നത്, അനുഗ്രഹമാ. തലമുറ തലമുറ തലമുറയായി ഉയർച്ചയാ ദൈവം നിനക്ക് വച്ചിരിക്കുന്നത്. സ്വന്തം തലമുറ തലമുറ തലമുറയായി നന്മയാ ദൈവം നിനക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന ശാപം നീ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിന്റെ സന്തതിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്ക്. നിന്റെ സന്തതിയെ അനുഗ്രഹിച്ചു നീ പ്രാർത്ഥിക്ക്. അവനൊരു പക്ഷേ പഠിക്കുവാൻ അല്പം പുറകിലായിരിക്കും. അവനൊരു പക്ഷെ നീ ആഗ്രഹിക്കുന്ന പോലെ മെച്ചപ്പെട്ടൊരു ജോലിയിലായിരിക്കും. നീ ആഗ്രഹിക്കുന്ന പോലെ അവൻ ഉയരത്തിൽ എത്തിയിട്ടില്ലായിരിക്കും. പക്ഷേ അവൻ നിൽക്കുന്ന ഇടത്ത് നീ ആഗ്രഹിക്കുന്നത് തന്നു നടപ്പാൻ എന്റെ കർത്താവ് മനസ്സുള്ളവനാ. നിന്റെ സന്തതി ഒരിക്കലും ഭൂമി ഉയർന്നു നടക്കത്തില്ലെന്ന് നീ വിശ്വസിച്ചിട്ട് ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് പറഞ്ഞെങ്കിൽ
ദൈവത്തിന് നിലവിളിക്കട്ടെ. സ്വർഗത്തെ ദൈവം ഇഷ്ടിക കളത്തിലേക്ക് ഇറങ്ങി വന്നു മോശയോട് പറഞ്ഞു, മോശേ, എന്റെ ജനം അവർ നിലവിളിച്ചുകൊണ്ട് രക്ഷയ്ക്കായി എന്നോട് പറഞ്ഞിരിക്കുന്നു, എനിക്ക് അവരെ രക്ഷിക്കണം. നീ അവരുടെ ഇടയിലേക്ക് പോക, അവരോട് ചെന്ന് പറ, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞെന്ന്. സ്വത്രം ഈ നല്ല രാത്രിയിൽ ഞാൻ നിങ്ങളുടെ ദൈവദാസനെ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ്. സ്വത്രം. കാരണം നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആ ദൈവദാസൻ ഇത്രത്തോളം ഒരുക്കിയതിന്റെ പിന്നിൽ ഒരു വലിയ സാമ്പത്തിക ചെലവുണ്ടായി. അത് തൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടതാ. സ്വത്രം. തൻ്റെ കുടുംബത്തിനകത്ത് ശേഖരിച്ചു വെക്കേണ്ടതാ. പക്ഷെ അതിനെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവരേണ്ടതിന് ഇത്രത്തോളം ക്രമീകരണങ്ങൾ ചെയ്ത് ദൈവസനിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ പകൽക്കാലവും ആ ദൈവദാസൻ ഉപവാസത്തോടെ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല. സ്വന്തം നിങ്ങളുടെ ഉയർച്ച അത് ആഗ്രഹിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഉയർത്തപ്പെടുന്നതിലും അധികം നിങ്ങളുടെ ദൈവദാസൻ ഉയർത്തപ്പെടും. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത ഭൂമിയിലും സ്വർഗത്തിലും പ്രതിഫലമുണ്ടെന്ന് സ്വത്രം ഒരുപാട് വട്ടം ഞാൻ കേട്ടാണ്. വെള്ളത്തിന് വിലയുണ്ടോ? ഇഷ്ടം പോലെ ഒഴുകി പോകുന്ന വെള്ളം. സ്വത്രം. ഒരു 95 വരെ ഈ വെള്ളത്തിന് വിലയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ 96 ഞാൻ വിദേശത്ത് പോയപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ വെള്ളം കിട്ടത്തില്ല. ഒരു 2000 ആയപ്പോൾ ഇവിടെ വന്ന് വെള്ളം വേണോ 20 രൂപ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ച് വെള്ളം കൊടുത്താലും പ്രതിഫലം കിട്ടുമെന്ന്. അങ്ങനെ വെള്ളം കിട്ടണമെങ്കിൽ 20 രൂപ കൊടുക്കണം. സ്വത്രം. ഇന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം കുടിക്കാൻ നമുക്ക് മനസ്സില്ല. കാരണം പേടിയാ. അത് ദൈവം തന്ന വെള്ളമാണ്, അത് കുടിക്കാൻ പേടിയാ. കണ്ടമാനം കലക്കിയെടുത്ത കുറുക്കിയെടുത്ത വറ്റിച്ചെടുത്തത് കുടിക്കുമ്പം ഒരു ഏമ്പക്കം വരും. സ്വത്രം. മറ്റേത് കുടിച്ചാൽ തൃപ്തി വരും, ഇത് കുടിച്ചാൽ ഏമ്പക്കം വരും. സ്വത്രം. അതുകൊണ്ട് കിണറ്റിലെ വെള്ളം പോലും ഇപ്പോൾ കുടിക്കാൻ ആഗ്രഹമില്ല, ബോട്ടിൽ വെള്ളം കൊടുക്കാൻ നടക്കുക. സ്വത്രം. അതായിക്കോട്ടെ. സ്വത്രം. പക്ഷെ വ്യക്തമായി ഞാൻ പറയട്ടെ, അതിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞത് നിന്നോടാകട്ടോ, നിന്നോടാ. ലോകത്ത് നടക്കുന്ന MLA യോടല്ല പറഞ്ഞത്, MP യോടല്ല പറഞ്ഞത്, ഡോക്ടറോടല്ല പറഞ്ഞത്, കളക്ടറോടല്ല പറഞ്ഞത്, സ്വന്തം ദേശത്തെ പ്രമാണിമാരോടല്ല പറഞ്ഞത്, അവന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നിന്നോടാ പറഞ്ഞത്. എന്റെ നാമത്തിൽ വരുന്നവന് നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ 1000 മടങ്ങ് പ്രതിഫലം ഭൂമി ഞാൻ നിനക്ക് തരും. ഭൂമി മാത്രമല്ല സഹോദരങ്ങളെ, സ്വർഗത്തിലും നിനക്ക് പ്രതിഫലം തരും. അത് പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതുമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തോട് പറഞ്ഞു തുടങ്ങുക. ഇന്നലെ വരെ വന്നതും നിന്നതും പോയതും കണ്ടതുമായതിനെല്ലാം ഓർക്കേണ്ടത്. ഇന്ന് പകരം നീ കണ്ടത് മാത്രം ഓർക്ക്. എന്നിട്ട് നാളെ അത് ദൈവം എനിക്ക് തരുമെന്ന് പറ. സ്വത്രം. ഒറ്റ കാര്യം കൂടി പറയട്ടെ. സ്വത്രം. ഇന്ന് ഇപ്പോൾ സമയം സ്വത്രം 8:37. സ്വത്രം അല്ലെ? 8:37 അല്ലെ ദിവസം? 8:37 8:40 8:40. ചില വാച്ചിൽ 8:37, ചില വാച്ചിൽ 8:40. സ്വത്രം. അതിനകത്ത് 8:40 ആയിട്ടില്ല. സ്വത്രം. ആകെ 2-3 മിനിറ്റുണ്ട്. സ്വത്രം. ഇന്നലെ ഈ 8:40 നിങ്ങൾ എവിടെ ഇരിക്കുകയായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? സ്വത്രം. ഈ സമയത്ത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ, അതോ നിങ്ങൾ പട്ടണത്തിലായിരുന്നു, നടന്നു പോയി? നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ ചോദിച്ചു കേട്ടില്ലയോ? പറയാൻ പറ്റുമോ? എന്താ പറ്റാത്തത്? മറന്നുപോയി. പക്ഷെ നമ്മൾ മറക്കും. പക്ഷെ നമ്മളെ വിളിച്ച ദൈവം മറക്കത്തില്ല കേട്ടോ. നമ്മൾ മറക്കും. മനുഷ്യനെന്ന് പറഞ്ഞാൽ മാനനം ചെയ്യുന്നവനാ. എന്റെ കർത്താവ് മനുഷ്യനല്ല, നിന്നെ ഉരുവാക്കിയ ദൈവമാണ്.
നിന്റെ രക്ഷകൻ, നിന്റെ വീണ്ടെടുപ്പുകാരനാ. അവൻ നീ ഇന്നലെ ചെയ്തതും മെനഞ്ഞാന്ന് ചെയ്തതും നാളെ ചെയ്യാൻ പോകുന്നതും ഓർമ്മ വെച്ച് ഇന്ന് നീ പറഞ്ഞ കാര്യത്തിന് മറുപടി തന്നു നിറയ്ക്കാൻ മനസ്സുള്ളവനാ. മറന്നു കളയരുത്, തള്ളിക്കളയരുത് ദൈവമേ, ഉപേക്ഷിക്കല ദൈവമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രികാലം കണ്ണടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, ആര് നിന്നെ കണ്ടില്ലെങ്കിലും, ആര് നിന്റെ ഹൃദയത്തിന്റെ സാഹചര്യം അറിഞ്ഞില്ലെങ്കിലും, ആര് നിന്നെ കൈവിട്ടെന്ന് പറഞ്ഞാലും നിന്നെ വിളിച്ച ദൈവം നിന്നെ കൈവിടത്തില്ല കേട്ടോ. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന, അവൻ വാക്ക് മാറത്തില്ല. ഒരു പക്ഷേ നിനക്ക് തോന്നാം അവരും ഇവരും മാറിപ്പോയതുപോലെ യേശുപ്പനും എന്നെ കാണാതെ പോകുമെന്ന്. ഇല്ല കുഞ്ഞെ, കർത്താവ് പറഞ്ഞ് അമ്മ മാറിപ്പോകും, അപ്പന്റെ സ്നേഹം തണുത്തുറഞ്ഞു പോകും, എങ്കിലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന്. കാരണം നീയല്ല ജീവിക്കുന്നത്, നിന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത്. നിന്റെ ശരീരം ഇന്നലെ വരെ ലോകത്തിന്റെ ആയിരുന്നു, എന്നാൽ എപ്പോൾ നീ യേശുവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ചോ അപ്പോൾ നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറി. നിന്റെ അകത്ത് ഉള്ള ആത്മാവ് ലോകത്തിന്റെ ആത്മാവല്ല, ദൈവം നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവ്. ആത്മാവ് നിന്നിലുള്ളിടത്തോളം കാലം നിന്റെ ശരീരം ലോകത്തിനിടയിലായി ഇങ്ങനെ വിളിച്ച് നിരാശപ്പെട്ട് മറ്റുള്ളവർ കരഞ്ഞിട്ട് തല ഒലിച്ച് നടപ്പാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. വിശ്വസിക്കും കുഞ്ഞെ, ഇന്നലെ വരെ നീ കണ്ടതല്ല, ഒരു പുതിയത് ഈ അടുത്ത പ്രഭാതത്തിൽ നീ കാണുമെന്ന് വിശ്വസിക്കുക. നീ ചോദിച്ചത് നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ച്, നീ പോകുമെന്ന് ചിന്തിച്ചെടുത്ത് നീ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുക. നിന്നെ തള്ളിപ്പറഞ്ഞ മുമ്പിൽ നീ മാനിക്കപ്പെട്ടവനായി തീരുമെന്ന് നീ വിശ്വസിക്കുക. അതിന്റെ കർത്താവ് കൂടെയുണ്ട്. ഞാൻ പരാജയപ്പെട്ടവന്റെ മൈതലല്ല, ഞാൻ മരണത്തെ പാതാളത്തെ ജയിച്ച് സ്വർഗ്ഗത്തിൽ വസിക്കുന്ന, എന്നെ അനുഗ്രഹിച്ച് എന്റെ കൂടെ വരുന്ന ദൈവത്തിന്റെ പകരം നീ പറ. കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ഒരു നിമിഷം എല്ലാവരും നിർമ്മിക്കാം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. ഹല്ലേലൂയ.
സന്തോഷമായോ? പ്രിയപ്പെട്ട കുഞ്ഞെ, സഹോദര സഹോദരി, നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന ശുഭഭാവി വരുവാൻ താമസിക്കില്ല, അത് വരും നിശ്ചയം. ഹബക്കൂക്ക് 2:3 പറയുന്നത്, നിന്റെ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് തന്നെ ബന്ധപ്പെടുന്നു, അത് വൈകിയാലും വൈകി തന്നെ ചെയ്യും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, പാതാള ഗോപുരങ്ങൾ അവയെ ജയിക്കില്ല. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ രാത്രി വിശുദ്ധ കരമർത്തി ഒരു നല്ല ആരാധന അരങ്ങട്ടെ. യേശു കർത്താവ് നിങ്ങളുടെ കൂടെ വരും. അടുത്ത പ്രഭാതത്തിൽ നിങ്ങൾ ചോദിച്ചതിന് മറുപടി കണ്ടുകൊണ്ട് വീണ്ടും കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ശുശ്രൂഷയ്ക്കായി